അല്ലാഹുവിന്റെ നിഅമത്തുകളും അല്ലാഹുവിന്റെ ബറക്കത്തുകളും ഒരു അടിമയ്ക്ക് വേണ്ടുവോളം ഭൂമിയിലേക്ക് ഇറക്കി കൊടുക്കുന്ന മാസമാണിത്. ഫീഹി ഖൈറുൻ യഗ്ശാകുമുല്ലാഹ്. ആ മാസത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നന്മകൾ കൊണ്ട് അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ പൊതിയുമെന്നും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചുറ്റും അല്ലാഹു കവർ ചെയ്തു വെക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫയൻസിലുർ റഹ്മ, കാരുണ്യം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഈ ഒരു സമയത്ത്, വയഹത്തു ഫീഹൽ ഖത്വായ, അതുമാത്രമല്ല തെറ്റുകൾ ചെയ്ത് പാപങ്ങൾ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധുക്കളായ അടിമകളുടെ പാപങ്ങൾ തുടച്ചു നീക്കുകയും മായ്ച്ചു കളയുകയും ചെയ്യുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റമളാൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വയസ്തജാബു ഫീഹി ദഅവ, അതിൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു ദുആഇന് ഉത്തരം നൽകുമെന്നും എന്ത് ചോദിച്ചാലും നൽകുവാൻ അല്ലാഹു തയ്യാറാണെന്നും അല്ലാഹു നമ്മെ അറിയിച്ചിരിക്കുകയാണ്. യൻദുറുല്ലാഹു ഇലാ തനാഫുസിക്കും, അല്ലാഹു നമ്മെ വീക്ഷിക്കുന്നുണ്ട്, അല്ലാഹു നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇലാ തനാഫുസിക്കും, നിങ്ങളുടെ മത്സരങ്ങളിലേക്ക് അല്ലാഹു നോക്കുകയാണ്. എന്തിനുള്ള മത്സരമാണത്? തനാഫുസ്, കോമ്പറ്റീഷൻ. ആ മത്സരം നന്മകൾ ചെയ്യാൻ നിങ്ങൾ മത്സരിക്കുന്നത് അല്ലാഹു പ്രത്യേകമായി നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ടോ വയുബാഹികും ബിമലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ, അല്ലാഹുവിന്റെ മലക്കുകളെ വിളിച്ചുകൊണ്ട് അഭിമാനത്തോടെ നമ്മെ കാണിച്ചു കൊടുക്കും. നമ്മൾ ഒരുമിച്ച് കൂടിയത്, നമ്മൾ വഅലിന് വന്നത്, നമ്മൾ നിസ്കരിച്ചത്, നമ്മൾ നോമ്പ് നോൽക്കുന്നത്, നമ്മൾ ഖുർആൻ ഓതുന്നത്, ഇതൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മാലാഖമാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫഅറുല്ലാഹ മിൻ അൻഫുസികും ഖൈറാ, അതുകൊണ്ട് അല്ലാഹു നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധമായ റമളാനിൽ നിങ്ങൾ അല്ലാഹുവിന് നല്ലതല്ലാതെ കാണിച്ചു കൊടുക്കാൻ പാടില്ല, നല്ലതേ കാണിക്കാൻ പാടുള്ളൂ. അല്ലാഹു സദാസമയവും നമ്മെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫഅറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കണം. മിൻ അൻഫുസികും ഖൈറാ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നല്ലതല്ലാതെ പടച്ച റബ്ബിനെ നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്, നല്ലതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. فإن الشقي كل الشقي من حرم فيه رحمة الله من حرم فيه رحمة الله. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാതിരിക്കുന്നവരാണ് ഏറ്റവും വലിയ പരാജിതനെന്നും കൂടി അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിക്കുകയാണ്. ഏറ്റവും പേടിക്കേണ്ട ഒരു ഹദീസ്, റമളാൻ വരുമ്പോ നമ്മൾ ഏറ്റവും പേടിക്കേണ്ട ഒരു ഹദീസ് ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഹദീസാണ്, എന്നാലും ഞാൻ സാന്ദർഭികമായി ഒന്നും കൂടി ഉണർത്തുകയാണ്. മൻ അദ്റക റമളാൻ, മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹ്, ഒരാൾക്ക് പരിശുദ്ധമായ റമളാൻ മാസം ലഭിക്കുകയും ഫലം യുഗ്ഫർ ലഹ്, റമളാൻ കഴിഞ്ഞു പോകുമ്പോൾ അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഫഅബഅദഹുല്ലാഹ്, അല്ലാഹു അയാളെ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ നിഅമത്തിൽ നിന്ന് അല്ലാഹു അയാളെ അകറ്റി നിർത്തട്ടെ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് ദുആ ചെയ്യുകയാണ്. മൻ അദ്റക റമളാൻ, പരിശുദ്ധമായ റമളാൻ മാസം ഒരാൾക്ക് നന്മ ചെയ്യാൻ അവസരം ലഭിച്ചു, ഫലം യുഗ്ഫർ ലഹ്, റമളാൻ കഴിഞ്ഞു, പെരുന്നാളിന്റെ തലേന്നാകുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ ഫഅബഅദഹുല്ലാഹ്, അല്ലാഹു അയാളെ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് മാറ്റി നിർത്തട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട ഹദീസാണല്ലോ ഇത്. ഈ റമളാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടേണ്ട, ഈ റമളാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടേണ്ടേ. ഓരോ റമളാനുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണല്ലോ, ഓരോ റമളാനുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്.
കഴിഞ്ഞ റമദാൻ കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഉറപ്പുണ്ടോ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തന്നിട്ടുണ്ടെന്ന്? ആർക്കാണ് ഉറപ്പിക്കാൻ പറ്റുക? എങ്ങനെയാണ് പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. പക്ഷേ ഒരു മനുഷ്യനുമായിട്ടുള്ള ഇടപാടുകൾക്ക് അല്ലാഹു മാപ്പ് നൽകില്ല. അല്ലാഹുമായി ബന്ധപ്പെട്ട ഏത് പാപങ്ങൾക്കും പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി മനമുരുകിക്കൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു മാപ്പ് നൽകുമത്രേ. എന്നാൽ മറ്റൊരു മനുഷ്യനുമായിട്ടുള്ള ഇടപാടുകൾ, മറ്റൊരാളെ ആക്രമിച്ചത്, മറ്റൊരാളെ കുറ്റം പറഞ്ഞത്, മറ്റൊരാളുടെ സമ്പത്ത് അപഹരിച്ചത്, ഇങ്ങനെയുള്ള അന്യ പുരുഷന്മാരുമായിട്ടുള്ള ഇടപാടുകൾ അല്ലാഹു ഒരിക്കലും പുറത്തു തരൂല. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഗീബത്തു അശദ്ദു മിൻ 30 സിന. ഒരു ഗീബത്ത് പറയുക എന്ന് പറഞ്ഞാൽ അത് 30 വ്യഭിചാരങ്ങളെക്കാളും വലിയ തെറ്റാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വെറുതെയല്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ നാവ് സൂക്ഷിക്കാതെ നമ്മൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ നാവുകൾ സൂക്ഷിക്കാനുള്ളതാണ്. നമ്മുടെ നാവുകൾ ഹറാമ് സംസാരിക്കാതെ, ഗീബത്തുകൾ പറയാതെ, നമീമത്തുകൾ പറയാതെ സൂക്ഷിച്ചില്ലെങ്കിൽ സ്വർഗ്ഗം കിട്ടുമോ എന്നതിൽ സംശയം തന്നെ. നമ്മുടെ റമളാൻ സ്വീകരിക്കുമെന്നതിലും സംശയം തന്നെ. മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമൽ ബിഹി. ഒരാൾ ചീത്ത വർത്തമാനങ്ങൾ, ചീത്ത പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വ ശറാബഹു. ഭക്ഷണം ഒഴിവാക്കിയതിലോ അവന്റെ പാനീയങ്ങൾ ഒഴിവാക്കിയതിലോ അല്ലാഹുവിന് യാതൊരു ഉപകാരവുമില്ല, അവനും ഉപകാരമില്ല. അവന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലേ? നാവ് സൂക്ഷിക്കാതെ നമ്മൾക്ക് രക്ഷയില്ല. ആ നാവ് കൊണ്ടാണല്ലോ ഗീബത്തുകൾ പറയുന്നത്, ആ നാവ് കൊണ്ടാണല്ലോ നമീമത്തുകൾ പറയുന്നത്, കളവുകൾ പറയുന്നത്, ആരോപണങ്ങൾ പറയുന്നത്. അൽ ഗീബത്തു അശദ്ദു മിൻ 30 സിന. സിന എന്ന് പറഞ്ഞാൽ, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് വൻദോഷത്തിലാണല്ലോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എണ്ണിത്തന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 വൻദോഷങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ അതിലൊന്ന് പറഞ്ഞത് സിനയാണല്ലോ, വ്യഭിചാരമാണല്ലോ. എന്നാൽ ആ വ്യഭിചാരത്തെക്കാളും വലിയൊരു തെറ്റുണ്ട്. അതാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ കുറ്റം പറയൽ, മറ്റുള്ളവന്റെ ഗീബത്ത് പറയൽ, മറ്റുള്ളവന്റെ ആരോപണങ്ങൾ ഉണ്ടാക്കൽ. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണത്. 30 വ്യഭിചാരങ്ങൾ ഒരാൾ ചെയ്തു, എന്നിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു, മനമുരുകിക്കൊണ്ട് കരയുകയാണ്, യാ അല്ലാഹ് ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇനി ഞാൻ തെറ്റിലേക്ക് പോവില്ല എന്ന ഉറപ്പോടെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു, അല്ലാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ഒരാൾ മടങ്ങിയാൽ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. വ്യഭിചരിച്ചവർ അല്ലാഹു പുറത്തു കൊടുക്കാത്ത പാപങ്ങളുണ്ടോ? ഏതാണ് അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള പാപം? അല്ലാഹുവിലേക്ക് ശിർക്ക് വെക്കലാണല്ലോ. അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അത് ശിർക്കാണല്ലോ, അത് വൻ പാപമാണല്ലോ. എന്നാൽ ശിർക്ക് വെച്ച ആളുകൾക്ക് വരെ അല്ലാഹു മാപ്പ് കൊടുക്കുന്നുണ്ട്, അല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ട്. അയാൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നതിലൂടെ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിലൂടെ അല്ലാഹു ശിർക്ക് വെച്ചവനും മാപ്പ് നൽകുന്നുണ്ടല്ലോ. എന്നാൽ നാവ് സൂക്ഷിക്കാത്ത ആളുകൾ, പരിശുദ്ധമായ റമളാൻ എന്തിനാണ് ഇങ്ങനെ നാവ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്? റമളാനിന്റെ പകലുകളിൽ അന്യനെ കുറിച്ചിട്ടുള്ള ചീത്തകളോ കുറ്റങ്ങളോ പറഞ്ഞാൽ നോമ്പ് സ്വീകരിക്കില്ലെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഒരു മാസം നീ ഒന്ന് പരിശ്രമിക്കണേ, ഒരു മാസം, ഒരു 30 ദിവസം നീ ഒന്ന് പരിശ്രമിക്കണേ, ഒന്ന് ട്രെയിൻ ചെയ്യണേ. നിനക്കുള്ള ഒരു കോച്ചിങ് ആണിത്. ഒരു മാസം നിന്റെ നാവ് സൂക്ഷിച്ചുകൊണ്ട്, നിന്റെ ചെവിയെ സൂക്ഷിച്ചുകൊണ്ട്, നിന്റെ കണ്ണുകളെ സൂക്ഷിച്ചുകൊണ്ട്, അവയവങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് ഒരു മാസം നീ കംപ്ലീറ്റ് ചെയ്താൽ, ഒരു മാസം നീ പൂർത്തീകരിച്ചാൽ പിന്നെയുള്ള 11 മാസങ്ങളിൽ നിനക്ക് നന്മ ചെയ്യാൻ എളുപ്പമാണല്ലോ. അതിനുള്ളൊരു ട്രെയിനിങ് ആണിത്. അതുകൊണ്ട് അൽ ഗീബത്തു അശദ്ദു മിൻ 30 സിന. ഒരു വ്യഭിചാരം ചെയ്തു, അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകിയേക്കാം. രണ്ടാമത്തെ തവണ വീണ്ടും അയാൾ തെറ്റാവർത്തിച്ചു, എന്നിട്ട് വീണ്ടും അല്ലാഹുവിനോട് തൗബ ചെയ്തുവെങ്കിൽ അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകിയേക്കാം. അങ്ങനെ ശരീരത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ വശംവദരായിക്കൊണ്ട് വ്യഭിചാരങ്ങളിലേക്കോ വൻ പാപങ്ങളിലേക്കോ പോയി പടച്ച റബ്ബിലേക്ക് വീണ്ടും വീണ്ടും വീണ്ടും
മടങ്ങി വന്നാൽ അള്ളാഹു അയാൾക്ക് മാപ്പ് നൽകും. പക്ഷേ ഒരു മനുഷ്യനുമായിട്ടുള്ള ഇടപാടുകൾ അള്ളാഹു മാപ്പ് നൽകില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പൊരുത്തം ചോദിക്കാതെ, അയാളുടെ മാപ്പില്ലാതെ, അയാളുടെ പൊരുത്തമില്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല. സഹോദരിമാര് ശ്രദ്ധിക്കണം. വെറുതെ ഇരുന്ന് സ്വറ പറയുമ്പോ, വെറുതെ ഇരുന്ന് എന്തൊക്കെയോ വർത്തമാനങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോ മറ്റുള്ളവന്റെ കുറ്റങ്ങൾ നമ്മുടെ നാവിലൂടെ വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, നിങ്ങൾ ആരെങ്കിലും എനിക്ക് ജാമ്യം നിൽക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു വാഗ്ദാനം തരാൻ തയ്യാറുണ്ടോ? നിങ്ങളുടെ നാവിനെ ഹറാമിൽ ഉപയോഗിക്കില്ല എന്ന്, നിങ്ങളുടെ നാവിനെ അല്ലാഹു നിരോധിച്ച സ്ഥലങ്ങളിൽ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പു തരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പു തരാമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങൾക്ക് ഉറപ്പു തന്നപ്പോ നാവിനെ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവാറുണ്ടോ? പറഞ്ഞു വന്നത് 30 പ്രാവശ്യം വിചരിച്ചവൻ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹു മാപ്പ് നൽകുമെങ്കിലും ഒരു പ്രാവശ്യം ഗീബത്ത് പറഞ്ഞവൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചാൽ അള്ളാഹു അയാൾക്ക് മാപ്പ് കൊടുക്കില്ല, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കില്ല. എങ്ങനെ പുറത്തു കൊടുക്കും? അത് മനുഷ്യനുമായിട്ടുള്ള ഇടപാടാണല്ലോ. ആരെക്കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞത് അയാളുടെ പൊരുത്തമില്ലാതെ അള്ളാഹുവിന്റെ മാപ്പ് ലഭിക്കില്ല. മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ആ പാരത്രികമായ ലോകത്തേക്ക് നമ്മൾ മടങ്ങിപ്പോകുമ്പോ ഇവിടെ ആരെക്കുറിച്ചൊക്കെയാണോ നമ്മൾ അപരാധങ്ങൾ പറഞ്ഞു പരത്തിയത്, ആരെക്കുറിച്ചൊക്കെയാണോ കുറ്റങ്ങൾ പറഞ്ഞു പരത്തിയത്, അവരൊക്കെ നാളെ നമ്മുടെ അമലുകൾ ചോദിച്ചു വാങ്ങാൻ, നമ്മുടെ നന്മകൾ ചോദിച്ചു വാങ്ങാൻ വേണ്ടി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? എന്നാൽ പരിശുദ്ധമായ റമളാൻ കഴിയുമ്പോഴേക്കും പാപങ്ങൾ പൊറുക്കപ്പെടണമെന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് പറഞ്ഞത്? റമളാൻ കഴിയുമ്പോ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് മാറ്റി നിർത്തട്ടെ എന്നല്ല ദുആ ചെയ്തത്. എങ്ങനെയാണ് ഈ പാപങ്ങൾ പൊറുക്കപ്പെടുക? എങ്ങനെ ഈ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തൊരു സമൂഹത്തിനും നൽകാത്ത 5 പ്രത്യേകതകൾ അള്ളാഹു പരിശുദ്ധമായ റമളാനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് എന്ന്. 5 പ്രത്യേകതകൾ വേറെ ഒരു സമൂഹത്തിന് നൽകിയിട്ടില്ല, വേറെ ഒരു പ്രവാചകന്മാർക്കും നൽകിയിട്ടില്ല. ഈ ലൈലത്തുൽ ഖദ്ർ തന്നെ മറ്റൊരാൾക്കും നൽകാത്ത പ്രത്യേകതയാണല്ലോ. വല്ലാത്ത നിരാശയോടെ, വല്ലാത്ത ദുഃഖത്തോടെ അള്ളാഹുവിന്റെ ഹബീബ് ഇരിക്കുമ്പോഴാണല്ലോ അള്ളാഹു ചോദിച്ചത്, എന്റെ നബിയെ വിഷമം? അള്ളാഹുവിന്റെ ഹബീബിന്റെ വിഷമം എന്തായിരുന്നു? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 1300ഓളം വർഷം ജീവിച്ചിട്ടുണ്ട്. 950 വർഷം പ്രബോധനം ചെയ്തു. നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പും ഒരുപാട് വർഷം ജീവിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ നുബുവത്ത് അവസാനിച്ച ശേഷവും ഒരുപാട് വർഷം ജീവിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ 1300ഓളം വർഷം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ചുവെന്ന് ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ആദം നബി അലൈഹിസ്സലാം ആയിരക്കണക്കിന് വർഷം ജീവിച്ചുവെന്നും കാണാം. മഹാന്മാരായ അമ്പിയാക്കൾ 500 വർഷങ്ങൾ, 600 വർഷങ്ങൾ, അങ്ങനെ കണക്കില്ലാത്ത വർഷങ്ങൾ ജീവിച്ചവരാണ്. അവരുടെ സമൂഹവും അതുപോലെ ഒരുപാട് വർഷങ്ങൾ ജീവിച്ചവരാണ്. അവർ ഒരുപാട് അമൽ ചെയ്താൽ എന്റെ സമൂഹം സ്വർഗ്ഗത്തിൽ താഴെ തട്ടിലാകുമോ എന്ന ഒരു പേടി. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്? മൻ ത്വാല അംറുഹു, ഏറ്റവും കൂടുതൽ ജീവിക്കുന്നവനാണ് ഏറ്റവും നല്ലവൻ. ഒരു 100 വയസ്സ് വരെ ജീവിക്കാൻ ആർക്കെങ്കിലും ഭാഗ്യം ലഭിച്ചാൽ അയാളാണ് ഏറ്റവും നല്ലവൻ. പക്ഷേ ജീവിച്ചാൽ മാത്രം പോരാ. വഹസുന അമലുഹു, അവന്റെ നന്മയും നന്നാവണം, അവന്റെ പ്രവർത്തനങ്ങളും നന്നാവണം. നല്ല പ്രവർത്തനം, സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ഒരാൾക്കൊരു 110ഓ 120ഓ വർഷം വരെ ജീവിക്കാൻ അവസരം ലഭിച്ചാൽ നമ്മളിൽ ഏറ്റവും നല്ലവൻ അയാളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാര്യമാണല്ലോ അതൊക്കെ. 60 വർഷം ജീവിച്ച ഒരാൾ മരിച്ചുപോയി, മറ്റൊരാൾ 120 വർഷം ജീവിച്ച് മരിച്ചുപോയി. രണ്ടുപേരുടെ ജീവിതത്തിൽ തുല്യമായ അമലാണ് ചെയ്തത്. എന്നാൽ ഈ 120 വർഷം ജീവിച്ചവൻ മറ്റേയാളെക്കാൾ 60 വർഷം കൂടുതൽ ജീവിച്ചു, കൂടുതൽ സൽപ്രവർത്തനങ്ങൾ ചെയ്തത് കാരണം സ്വർഗത്തിന്റെ ഉന്നതമായ തത്വങ്ങൾ സ്വീകരിക്കാൻ അയാൾക്ക് സാധിക്കുമല്ലോ. എന്നാൽ 60 വർഷം ജീവിച്ചവന് അത്രത്തോളം അമൽ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ
മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഏറ്റവും കൂടുതൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുകയും അതിലൊരുപാട് സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്ത ആളാണ് ഏറ്റവും നല്ലവനെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹബീബിന്റെ വിഷമം എന്താണ്? മറ്റുള്ളവരൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുമ്പോ എന്റെ സമൂഹം 60 വർഷം 70 വർഷം ജീവിച്ചു നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ അവരുടെ സ്ഥാനമാനങ്ങൾ എന്റെ സമൂഹത്തിന് ലഭിക്കില്ലല്ലോ എന്നൊരു വിഷമം വന്നപ്പോഴാണ് അല്ലാഹു തആല ആകാശലോകങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇറക്കി കൊടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. നബിയേ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല നബിയേ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചാലും അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഒരു ദിവസം, ഒരൊറ്റ ഒരു രാത്രി, ആ രാത്രിയിൽ അമൽ ചെയ്താൽ, ആ രാത്രിയിൽ സൽപ്രവർത്തനം ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ 1000 മാസം അമൽ ചെയ്തതിന്റെ പ്രതിഫലം, 83 വർഷം അമൽ ചെയ്തതിന്റെ പ്രതിഫലം ഒരൊറ്റ ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്ക് ഞാൻ നൽകാം. 15 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ പ്രായപൂർത്തിയായത് മുതൽ 25 വയസ്സ് വരെ ജീവിക്കുകയും ആ 10 പരിശുദ്ധമായ റമളാനിലെ 10 ലൈലത്തുൽ ഖദ്ർ സ്വായത്തമാക്കുകയും ചെയ്താൽ അയാൾക്ക് എത്ര വർഷം ജീവിച്ച അമലാണ് ലഭിക്കാൻ പോകുന്നത്? ഒരു ലൈലത്തുൽ ഖദ്ർ ലഭിച്ചാൽ 83 വർഷത്തെ അമലാണെങ്കിൽ 10 ലൈലത്തുൽ ഖദ്ർ ലഭിക്കുമ്പോഴേക്കും 830 വർഷം ജീവിച്ച പ്രതിഫലം ലഭിക്കുമല്ലോ. പിന്നെ അദ്ദേഹം ജീവിച്ച 10 വർഷം കൂടി 840 വർഷം ജീവിച്ച അമൽ ലഭിക്കണമെങ്കിൽ ഒരു 10 ലൈലത്തുൽ ഖദ്ർ ലഭിച്ചാൽ മതിയല്ലോ. എന്നാൽ ഒരു 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് 45ഓളം ലൈലത്തുൽ ഖദ്ർ ലഭിച്ചാൽ 2000 കണക്കിന് 3000 കണക്കിന് വർഷം ജീവിച്ച അമൽ അല്ലാഹു എന്റെ ഉമ്മത്തിന് നൽകുമെന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന് സമാധാനമായത്. 1500 വർഷം ജീവിച്ചവരെക്കാളും 2000 വർഷം ജീവിച്ചവരെക്കാളും അമലുകൾ നിങ്ങളുടെ ഉമ്മത്തിനാണ് ലഭിക്കാൻ പോകുന്നത്. അതെങ്ങനെ? ഒരൊറ്റ ഒരു രാത്രി നിങ്ങൾ അമൽ ചെയ്യണം. 21ലോ 23ലോ 25ലോ 27ലോ 29ലോ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മണൽ വാരാനും വേണ്ടി രാത്രി എസ്കോട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്, മണൽ വാരുന്ന ചെറുപ്പക്കാരുണ്ട്, രാത്രി ഉറങ്ങാതെ ഒരുപാട് അധ്വാനിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. എന്റെ നൈറ്റ് ഡ്യൂട്ടി എടുത്താൽ അല്പം സാലറി കൂടുമെന്ന പ്രതീക്ഷയോടെ ഉറക്കൊഴിച്ചുകൊണ്ട് അധ്വാനിക്കുന്ന ചെറുപ്പക്കാർ പരിശുദ്ധമായ റമളാനിൽ ഒരു 5 രാത്രി ഉറക്കമൊഴിക്കണമെന്ന് പറഞ്ഞു. ഉറപ്പാണ്, 5 രാത്രി നിങ്ങൾ ഉറക്കമൊഴിച്ചാൽ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടുമെന്ന് ഉറപ്പാണ്. 1 ലക്ഷത്തിൽ ലോട്ടറി എടുക്കുന്നത് പോലെ, നമ്പർ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് പോലെ, നറുക്കെടുക്കുന്നത് പോലെ സാധ്യതയല്ല. ഉറപ്പാണ്, 5 രാത്രി പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ ലഭിക്കുമെന്ന് ഉറപ്പാണല്ലോ. ആ രാത്രിയിൽ നിങ്ങൾ 5 ദിവസം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ, 5 ദിവസം ഒന്ന് മെനക്കെട്ടാൽ നിങ്ങൾക്ക് 83 വർഷം അമൽ ചെയ്ത പുണ്യം അല്ലാഹു വെറുതെ തരികയാണ്, വെറുതെ തരികയാണ്. എങ്ങനെയുള്ള 83 വർഷമാണ്? ആ രാത്രിയിൽ ഉറക്കില്ല, പകലിൽ ഭക്ഷണം കഴിക്കുന്നില്ല, നിരന്തരമായി അമൽ ചെയ്ത 83 വർഷത്തെ അമലുകൾ വെറുതെ ലഭിക്കുമ്പോൾ എന്തിനാണ് ചെറുപ്പക്കാരാ, എന്തിനാണ് ചെറുപ്പക്കാരികളെ നമ്മൾ വെറുതെ കളയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന് സന്തോഷം ലഭിച്ചത് ഇങ്ങനെയുള്ള ഒരു ആയത്തിറങ്ങിയപ്പോഴാണ്. ഏതായാലും മറ്റുള്ള സമൂഹത്തിന് നൽകാത്ത 5 ശ്രേഷ്ഠതകൾ എന്റെ സമൂഹത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത് അല്ലാഹു തആല പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ രാത്രി അത് കഴിഞ്ഞു പോയി, അതിന് ലഭിക്കാനില്ല. പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ രാത്രി സമൂഹങ്ങളിലേക്കൊന്ന് നോക്കും. അല്ലാഹുവിന്റെ അടിമകളിലേക്ക് അല്ലാഹു എത്തി നോക്കും. ആരൊക്കെ ആ നോട്ടത്തിൽ ഉൾപ്പെടാൻ ആർക്കൊക്കെ ഭാഗ്യം ലഭിച്ചു? പിന്നെ അയാൾക്ക് ശിക്ഷ ലഭിക്കില്ല, അയാൾക്ക് ശിക്ഷയെ ലഭിക്കില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളൊക്കെ പെട്ടിട്ടുണ്ടാവോ? അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുവേ, നീ ഞങ്ങൾ അവരിൽ പെടുത്തണേ റബ്ബേ. പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ രാത്രി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നുണ്ട്. ആരൊക്കെയാണ് ആ നോട്ടത്തിൽ ഉൾപ്പെടുന്നത് അവർക്ക് പിന്നെ അയാൾക്ക് പിന്നെ ശിക്ഷ ലഭിക്കുകയേയില്ല. ഫലം യുഅദ്ദിബുഹു അബദാ. ഖബറിലോ മഹ്ശറയിലോ നരക
നരകത്തിലോ അയാൾക്ക് ശിക്ഷയില്ല. അല്ലാഹു അവരിൽ നിന്ന് പെടുത്തുമാറാവട്ടെ. രണ്ടാമത്തെ പ്രത്യേകത അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരിശുദ്ധമായ നോമ്പുകാരൻ പരിശുദ്ധമായ റമളാനിലോ സുന്നത്ത് നോമ്പുകളോ അനുഷ്ഠിക്കുന്ന ആളുകൾ വൈകുന്നേരമാകുമ്പോൾ അവരുടെ വായയിൽ ഒരു പകർച്ച വരാറുണ്ടല്ലോ. അത് പല്ല് തേച്ചുകൊണ്ട് അങ്ങനെയുള്ള വാസനയെ കളയാൻ പാടില്ല. അല്ലാഹുവിന് അതിഷ്ടമാണ്. അല്ലാഹുവിന്റെ മഅ്ശറയിലേക്ക് നാളെ കോടാനക്കോടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഅ്ശറ വൻസഭയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ചില ആളുകളുടെ വായയിൽ നല്ല കസ്തൂരിയുടെ സുഗന്ധമാണ്. ഈ ഒരു കസ്തൂരിയുടെ സുഗന്ധം വായയിൽ നിന്നിങ്ങനെ പ്രസരിക്കുമ്പോ ആളുകൾക്ക് മനസ്സിലാകും ഇവര് നോമ്പുകാരാണെന്ന്. എന്നാൽ ഭൂമിയിൽ നോമ്പ് നോറ്റ ഒരാൾക്ക് സിമ്പലില്ലല്ലോ. നമ്മൾക്ക് ആർക്കും വേണമെങ്കിൽ പറയാം ഞാൻ നോമ്പുകാരനാണെന്ന്. ആർക്കും അറിയില്ലല്ലോ. ആരും കാണാതെ ബാത്റൂമിന്റെയോ റൂമിന്റെയോ അടുക്കളയുടെയോ അകത്തലങ്ങളിൽ ചെന്ന് വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കറിയില്ല. എന്നിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു നടക്കാം നമ്മളൊക്കെ നോമ്പുകാരാണെന്ന്. പക്ഷേ എന്നിട്ട് വരെ നമ്മൾ വെള്ളം കുടിക്കാറില്ല, എന്നിട്ട് വരെ ഭക്ഷണം കഴിക്കാറില്ല. എന്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, എന്റെ റബ്ബ് ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ടല്ലോ. എന്റെ പടച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെയാണ് നോമ്പ് ഒഴിവാക്കിക്കൊണ്ട് വെള്ളം കുടിക്കുക? ആ ഒരു വിശ്വസ്തയോടെ, ആ ഒരു ആഗ്രഹത്തോടെ നോമ്പ് മുറിക്കാതെ 30 ദിവസം നോമ്പ് പിടിക്കുന്ന നമ്മൾ അല്ലാഹുവിന്റെ മഅ്ശറയിലേക്ക് പോകുമ്പോ അവിടെ നോമ്പുകാരായ ആളുകൾ അവരുടെ വായയിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം വരുമ്പോ ആളുകളൊക്കെ നോക്കുമത്രേ ഇവര് നോമ്പുകാരാണ്. അല്ലാഹുവിന്റെ ഭൂമിയിൽ നോമ്പിന്റെ പ്രാധാന്യം നൽകിയവരാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇവർ ശ്രദ്ധിക്കുമെന്നും ആളുകൾക്കിടയിൽ ഇവർ പ്രത്യേകമായി അറിയപ്പെടുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ മഅ്ശറാവൻ സഭയിൽ ആളുകളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഭക്ഷണ തളികയുടെ മുന്നിലിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. അവർ വെള്ളം കുടിക്കുന്നുണ്ട്, അവർ പാനീയം രുചിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴാണ് മഅ്ശറാവൻ സഭയിൽ സൂര്യന്റെ ചൂടേറ്റ് വിയർത്ത് കുളിക്കുന്ന ഹിസാബിന് ഇരയായ ആളുകൾ പടച്ച റബ്ബിനോട് ചോദിക്കുന്നത്, യാ അല്ലാഹ്, അല്ലാഹുവേ ഇതെന്ത് പണിയാണ്? ഇതെന്താണ് അല്ലാഹുവേ നീ ചെയ്യുന്നത്? ഞങ്ങളെല്ലാവരും ഇവിടെ ഹിസാബ് ചെയ്യപ്പെടുകയാണല്ലോ. ഞങ്ങൾ അല്ലാഹുവേ നീ ഹിസാബ് ചെയ്യുകയാണ്. ഒരു കൂട്ടം ആളുകൾ ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ, ചോദ്യമില്ലാതെ അവിടെ ഭക്ഷണം കഴിക്കുകയാണല്ലോ. ഇത് നീതിയല്ലല്ലോ റബ്ബേ. ഞങ്ങൾക്കും ഭക്ഷണം വേണം, ഞങ്ങൾക്ക് പാനീയങ്ങൾ വേണമെന്ന് ചുട്ടുപഴുച്ച ആ ഒരു മഹ്ശറയുടെ മണൽത്തരികളിൽ, മഹ്ശറയുടെ ആ ഭൂമിയിൽ എല്ലാവരും പടച്ച റബ്ബിനോട് വേവലാതിപ്പെടുമ്പോഴാണ് അല്ലാഹു അവരോട് പറയുന്നത്, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾക്കറിയുമോ, നിങ്ങൾ നോമ്പ് നോക്കാതെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. പരിശുദ്ധമായ റമളാനിലും റമളാൻ കഴിഞ്ഞുള്ള സുന്നത്ത് നോമ്പുകളും അനുഷ്ഠിക്കാതെ നിങ്ങൾ നടന്നപ്പോ ഇവർ വെള്ളം കുടിക്കാതെ, ശക്തമായ ചുട്ടുപൊരിയുന്ന വെയിലത്ത് വരെ വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ നോമ്പ് നോറ്റ് നടന്ന ആളുകളാണ്. നിങ്ങൾ ഇപ്പോൾ ദാഹിക്കുമ്പോൾ അവർ വെള്ളം കുടിക്കുകയാണ്. ഒരു കാലത്ത് നിങ്ങൾ ജ്യൂസുകളും പാനീയങ്ങളും സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോ ഇവർ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ സുബഹി മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നുവെങ്കിൽ നിങ്ങളത് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതാ ഹിസാബ് സംഭവിക്കുമ്പോ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അതൊരു കൂട്ടം ആളുകളുടെ വിയർപ്പ്, അരവരെ വെള്ളത്തിന്റെ വിയർപ്പിങ്ങനെ പൊങ്ങി നിൽക്കുന്നവരുണ്ട്. അവരുടെ ചെസ്റ്റ് വരെ, അവരുടെ ചെവി വരെ, അങ്ങനെ ഓരോ ആളുകളുടെ പാപങ്ങൾക്ക് തുല്യമായി അല്ലാഹു അവർക്കുള്ള ശിക്ഷകൾ നൽകുമ്പോ നോമ്പുകാരായ ആളുകൾ അവിടെ നിന്ന് സുഖമായി വെള്ളം കുടിക്കുകയാണ്, സുഖമായി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴാണ് മഹ്ശറയിലുള്ള ആളുകൾക്ക് അസൂയയാകുന്നത്. അല്ലാഹു അവരിലും നമ്മെ പെടുത്തുമാറാവട്ടെ, പടച്ച റബ്ബേ ഞങ്ങളുടെ നോമ്പിനെയും ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കണേ അല്ലാഹ്. ഇതൊക്കെ അല്ലാഹു സ്വീകരിക്കണം, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ പ്രത്യേകത വായയിൽ നിന്ന് വരുന്ന ദുർഗന്ധം, അത് അല്ലാഹുവിന്റെ അടുത്ത് കസ്തൂരിയുടെ സുഗന്ധമാണ്. മൂന്നാമത്തേത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എല്ലാ ദിവസവും പടച്ച റബ്ബ് സ്വർഗ്ഗത്തിനോട് പറയുന്നുണ്ട്, ഇസ്തഇദ്ദി വതസയ്യനി, സ്വർഗ്ഗമേ നീ ഒരുങ്ങണം,
സ്വർഗ്ഗമേ നീ ഒന്ന് ഒരുങ്ങണം, നീ ഒന്ന് നല്ല ഭംഗിയായി അലങ്കാരത്തോടെ ഒന്ന് റീഫ്രഷായി നിൽക്കണം. എന്തിനാണെന്നറിയോ? ഭൂമിയിൽ ഒരുപാട് ആളുകൾ നോമ്പ് പിടിക്കുന്നുണ്ട്. ഭൂമിയിൽ ഒരുപാട് ആളുകൾ ദാഹം സഹിച്ച് വിശപ്പ് സഹിച്ചുകൊണ്ട് പ്രദോഷം വരെ പട്ടിണി കിടക്കുന്നുണ്ട്. അവരിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഡയറക്റ്റ് കടന്നു വരേണ്ടത് സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിൽ നീ ഒന്ന് ഭംഗിയായി ഒരുങ്ങി നിൽക്കണേ എന്ന് അള്ളാഹു സ്വർഗത്തോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണ ചെറുക്കന്മാർക്ക് വധുവരന്മാർക്ക് മണിയറകൾ ഒരുക്കുന്നത് പോലെ നോമ്പുകാരായ ആളുകൾക്ക് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗീയ സുഖങ്ങൾ ഒരുക്കി വെക്കുമെന്നും അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു അവരിലും നമ്മെ പെടുത്തുമാറാവട്ടെ. അള്ളാഹു അവരിലും നമ്മെ പെടുത്തുമാറാവട്ടെ. അവസാനമായി അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ ദിവസം അള്ളാഹു എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും, എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ ആർക്കാണോ താല്പര്യത്തോടെ നോമ്പ് നോക്കിയത്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നോമ്പ് നോക്കിയത്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോക്കിയത്, അള്ളാഹു പറഞ്ഞതുപോലെ തെറ്റുകൾ ചെയ്യാതെ തെറ്റുകളിൽ നിന്ന് മുക്തരായി നന്മ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വചനം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോക്കിയ ആളുകൾ അവർക്കൊക്കെ അള്ളാഹു അവസാനത്തെ ദിവസം പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, അഹിയ ലൈലത്തുൽ ഖദർ, അന്നാണോ ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദറിന്റെ രാത്രിയായതുകൊണ്ടാണോ അവർക്കെല്ലാവർക്കും പുറത്തു കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ലാ, അന്ന് ലൈലത്തുൽ ഖദറല്ല. പക്ഷേ നിങ്ങൾ കാണാറുണ്ടല്ലോ, ജോലിക്കാരായ ആളുകൾ അവരുടെ ജോലി കഴിഞ്ഞ് വിയർപ്പ് വെക്കുന്നതിന് മുമ്പ് അവർക്ക് സാലറി ലഭിക്കാറില്ലേ? പരിശുദ്ധമായ റമളാൻ മാസത്തിലും അല്ലാത്ത ദിവസങ്ങളിലും കൂലിപ്പണി എടുക്കുന്ന ആളുകൾ, പെയിന്റുകാർ, ചോപ്പുകാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, പ്രവാസികളായി ജോലി ചെയ്യുന്ന ആളുകൾ, ഷോപ്പ് കീപ്പർമാർ, അല്ലെങ്കിൽ പരിശുദ്ധമായ ജോലി കഴിഞ്ഞു ഒരു മാസത്തിന്റെ അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം തുടങ്ങുമ്പോഴേക്കും അവർക്ക് സാലറി ലഭിക്കാറില്ലേ? അതേപോലെ പരിശുദ്ധമായ റമളാനിൽ 30 ദിവസം നന്മ ചെയ്തത് കാരണം അവർക്ക് അവസാനത്തെ ദിവസം എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹീഹായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അവരിലും നമ്മെ പെടുത്തുമാറാവട്ടെ. അല്ലാഹു അവരിലും നമ്മെ പെടുത്തുമാറാവട്ടെ. ഏതായാലും പരിശുദ്ധമായ റമളാനിൽ ജീവിക്കാൻ നമ്മൾക്ക് അവസരം ലഭിച്ചു. റമളാനിൽ അമലുകൾ ചെയ്യാൻ നമ്മൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ഖുർആൻ ഓതണം, ഒരുപാട് സുന്നത്തുകൾ നിസ്കരിക്കണം. ലാ തജഅൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാഉൻ, നിന്റെ നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെ ആവാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ റമളാൻ മാസം അല്ലാത്ത ദിവസങ്ങളിൽ നീ സുന്നത്ത് നിസ്കരിക്കാറില്ലേ എങ്കിൽ പരിശുദ്ധമായ റമളാനിൽ സുന്നത്ത് നിസ്കരിക്കണം. സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരു കൊട്ടാരം പണിതു കൊടുക്കുമെന്ന്. എല്ലാ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം, എല്ലാ ദിവസവും 12 റക്അത്ത് നിസ്കാരം. റമളാനിൽ മാത്രമല്ല, റമളാൻ കഴിഞ്ഞാലും അത് തുടരണം. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗീയ ലോകത്ത് ഒരു കൊട്ടാരം പണിയുമെന്ന് പറഞ്ഞു കൊടുത്തു. സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത്, സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത്, ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന്റെ ശേഷം 2 റക്അത്ത്, അതേപോലെ മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത്, ഇശാഇന്റെ ശേഷം 2 റക്അത്ത്, അങ്ങനെ 12 റക്അത്ത് എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗീയ ലോകത്ത് പ്രത്യേകമായ ഒരു കൊട്ടാരം പണിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പൊതുവായി നിസ്കരിച്ചു വരുന്ന ആളുകൾ, പതിവായി നിസ്കരിച്ചു വരുന്ന ആളുകൾ റമളാൻ ആകുമ്പോഴേക്കും ഒരു ചേഞ്ച് വേണം. റമളാൻ ആകുമ്പോഴേക്കും 20 റക്അത്ത് നിസ്കരിക്കാൻ ശ്രമിക്കണം. ഏതൊക്കെയാണത്? സുബ്ഹിക്ക് മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 4, അസ്റിന്റെ മുമ്പ് 4, മഗ്രിബിന്റെ മുമ്പ് 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ മുമ്പ് 2, ഇശാഇന്റെ ശേഷം 2, അങ്ങനെ 20ഓളം റക്അത്തുകൾ നോമ്പാകുമ്പോഴേക്കും അവന്റെ ഇബാദത്തിൽ ഉണ്ടാവണം. ലാ തജഅൽ യൗമ ഫിത്രിക വയൗമ സൗമിക സവാഉൻ, നിന്റെ നോമ്പുള്ള ദിവസവും പരിശുദ്ധമായ റമളാനും മറ്റുള്ള മാസങ്ങളും ഒരുപോലെ ആവാൻ പാടില്ല. തീരെ നിസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ, തീരെ സുന്നത്ത് നിസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ റമളാൻ ആകുമ്പോഴേക്കും 12 റക്അത്തെങ്കിലും നമ്മൾ
പൂർത്തീകരിപ്പിക്കണം. പരിശുദ്ധമായ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ നമ്മളെങ്ങാനും തീരെ ഖുർആൻ ഓതുന്നില്ലെങ്കിൽ റമളാനാകുമ്പോഴേക്കും ഒരു ജുസ് എങ്കിലും ഒരു ദിവസം ഒരു ജുസ് എങ്കിലും നമ്മൾ ഓതാൻ ശ്രമിക്കണം. എല്ലാ ദിവസവും ഒരു ജുസ് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ റമളാനായാൽ 3, 2, 4 ജുസുകളെങ്കിലും ഓതാൻ ശ്രമിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനിനെ മറ്റുള്ള മാസങ്ങളിൽ നിന്ന് നമ്മൾ പ്രത്യേകമായി കാണുക തന്നെ വേണം. റമളാനും ഖുർആനും അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്ന് സാക്ഷി നിൽക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ടല്ലോ. ആദ്യം പരിശുദ്ധമായ നോമ്പ് അല്ലാഹുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ, ഇയാൾ എന്നെ ബഹുമാനിച്ച ആളാണ്, അയാൾക്ക് ഞാൻ സുബഹി മുതൽ മഗ്രിബ് വരെ ഭക്ഷണവും വെള്ളവും പാനീയങ്ങളും തടഞ്ഞു വെച്ചിട്ടുണ്ട്, അയാളെ പട്ടിണി കിടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് നോമ്പ് നാളെ അല്ലാഹുവിനോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സിയാമു വൽ ഖുർആൻ, നോമ്പും ഖുർആൻ പടച്ച റബ്ബിന്റെ അടുത്തേക്ക് പോയി യശ്ഫഅൻ, അല്ലാഹുവിനോട് ശഫാഅത്ത് ചോദിക്കുമത്രേ. അല്ലാഹുവേ, പകലിൽ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിന്നത് കാരണം നരകത്തിൽ നിന്ന് ഇയാളെ മോചിപ്പിക്കാൻ എനിക്ക് അവസരം തരണമെന്ന് അല്ലാഹുവിനോട് പറയുമത്രേ. അതേപോലെ ഖുർആനും പറയും പടച്ച റബ്ബിനോട്, അല്ലാഹുവേ, രാത്രി ഞാൻ അവനെ ഉറങ്ങാൻ അനുവദിച്ചിട്ടില്ല, ഒരു അരമണിക്കൂറെങ്കിലും എനിക്ക് വേണ്ടി അവൻ ചെലവഴിച്ചിട്ടുണ്ട്, ഒരു 10 മിനിറ്റെങ്കിലും എനിക്ക് വേണ്ടി എല്ലാ ദിവസവും ചെലവഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾക്ക് ശഫാഅത്ത് ചെയ്യാൻ, ഇയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എനിക്ക് അവസരം തരണമെന്ന് ഖുർആനും പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അല്ലാഹു 2 പേരോടും പറയുന്നത്, ആരൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവരെ നിങ്ങൾ മോചിപ്പിച്ചോളൂ, കുഴപ്പമില്ല. നരകത്തിലാണെങ്കിൽ അവരുടെ കയ്യും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾക്കതിന് അവകാശമുണ്ട്. അവർക്ക് 2 പേർക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു അവരിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. ഖുർആനും പരിശുദ്ധമായ റമളാനും അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ വഹുവ ശഹറുൽ മുവാസാത്ത്, ഇത് സ്നേഹത്തിന്റെയും ഇണക്കത്തിന്റെയും ഐക്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മാസമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനല്ല, നിങ്ങളുടെ പ്രഷർ കുറയ്ക്കാനല്ല, നിങ്ങളുടെ വയറ് കുറയ്ക്കാനല്ല, സ്ലിം ബ്യൂട്ടിയായി നിൽക്കാനല്ല അല്ലാഹു പരിശുദ്ധമായ നോമ്പിനെ നിർബന്ധമാക്കിയത്. എന്തിനാണ് നോമ്പിനെ നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ. നോമ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾ മുത്തഖീങ്ങളായി മാറണം. നോമ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾ മുത്തഖീങ്ങളായി മാറണം. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. എന്താണ് മുത്തഖി എന്ന് പറഞ്ഞാൽ? ഇംതിസാലു അവാമിരില്ലാഹ്, അല്ലാഹു ചെയ്യാൻ കൽപ്പിച്ചത് അത് നമ്മൾ ചെയ്തേ പറ്റൂ. വജ്തിനാബു നവാഹി, അല്ലാഹു ചെയ്യല്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല, അരുതാത്തത് നമ്മൾ തുടരാൻ പാടില്ല. ഹറാമ് കാണില്ല എന്ന് പറഞ്ഞാൽ കണ്ണിനെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റണം. ഹറാമ് കേൾക്കില്ല എന്ന് പറഞ്ഞാൽ ചെവിയെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റണം. ഹറാമ് കഴിക്കല്ല, ഹറാമ് അധ്വാനിക്കല്ല, ഹറാമ് തിന്നല്ല, ഇതൊക്കെ പറഞ്ഞാൽ ഇത് അംഗീകരിക്കാനും ഇത് ചെയ്യാനും നമ്മൾക്ക് കഴിയണം. എങ്കിലേ അല്ലാഹു നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കുള്ളൂ, എങ്കിലേ നമ്മൾ മുത്തഖീകളായി മാറുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു നോമ്പ് നിർബന്ധമാക്കി തന്നത് നമ്മൾ മുത്തഖീകളായി മാറാനാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഒരൊറ്റ തവണയാണ് അല്ലാഹു റമളാനിനെ കുറിച്ച് പറഞ്ഞു തന്നത്. പക്ഷേ ആ റമളാനിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലാഹു നോമ്പ് നോക്കാൻ പറഞ്ഞിട്ടില്ല, അല്ലാഹു ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അല്ലാഹു റമളാനിനെ പരിചയപ്പെടുത്തിയത് തന്നെ ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ,
റമളാൻ മാസം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ഷഹ്റു റമളാൻ, റമളാൻ മാസം എന്ന് പറഞ്ഞു. പിന്നെ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പിന്നെ ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പിന്നെ നിസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഷഹ്റു റമളാൻ, റമളാൻ മാസം എന്ന് പറഞ്ഞാൽ ഉൻസില ഫീഹി ഖുർആൻ, അതിലാണ് അല്ലാഹു റമളാനിലാണ് ഖുർആനിനെ ഇറക്കി തന്നത്. അതുകൊണ്ട് റമളാനിനുള്ള ശ്രേഷ്ഠത ഖുർആനിനാണ്. ഖുർആനിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ് റമളാനിന് ശ്രേഷ്ഠത ലഭിച്ചത്. ലൈലത്തുൽ ഖദ്റിനുള്ള ശ്രേഷ്ഠത ആ രാത്രി ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിന് 83 വർഷത്തെ ശ്രേഷ്ഠത ലഭിച്ചത്. അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? ഖുർആനാണ് നമ്മുടെ മാനദണ്ഡം, ഖുർആനാണ് നമ്മുടെ മാനിഫെസ്റ്റോ, ഖുർആനാണ് നമ്മുടെ മുഖമുദ്ര. ഈ പരിശുദ്ധമായ റമളാനിൽ മിനിമം ഒരു 3 ഖത്തമെങ്കിലും ഓതി തീർക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഒന്നിനും സാധിക്കില്ലേ? അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ഒരു ഖത്തമെങ്കിലും ഓതി തീർത്തില്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തോട് അല്ലെങ്കിൽ നമ്മൾക്ക് ന്യായീകരിക്കാൻ വല്ല അവസരവുമുണ്ടോ? അല്ലാഹു ഖുർആനിനെ ഇറക്കി തന്നിട്ട്, ഈ റമളാനിൽ ഇറക്കി തന്നിട്ട് പഠിച്ച റബ്ബിന് വേണ്ടി ഒരു ദിവസം ഒരു ജുസ് ഓതാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ന്യായീകരണം നമ്മൾക്ക് പറയാനുണ്ടോ? 24 മണിക്കൂറിൽ ഒരു 6 മണിക്കൂർ ഉറങ്ങി തീർച്ചാൽ പിന്നെ ബാക്കിയുള്ള 18ഓളം മണിക്കൂറുകൾ അതിലൊരു അരമണിക്കൂർ പടച്ചറപ്പിന് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാൻ നമ്മൾക്ക് സാധിക്കുമോ എന്ന് ഓരോ ആളുകളും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മൾ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ഓതുവാനും ഒരുപാട് പാരായണം ചെയ്യുവാനും തിന്മയെയും വേർതിരിച്ചു തരുന്ന പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് പരിശുദ്ധമായ റമളാനിലാണ്. അല്ലാഹു പറയുന്നുണ്ട് സൂറത്തുൽ ജുമുഅയുടെ ആദ്യ ഭാഗത്ത് അല്ലാഹു മനോഹരമായ 2 ആയത്തുകൾ പറയുന്നുണ്ട്. സബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് അൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم هو الذي بعث في الأمين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. الله പരിശുദ്ധമായ സൂറത്തുൽ ജുമുഅയുടെ ആദ്യത്തെ 2 ആയത്ത് പറയുന്നത്, ഒന്നാമത്തെ ആയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ആയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിനെ സൂചിപ്പിക്കുന്ന ആയത്താണ്. യുസബ്ബിഹു ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അല്ലാഹുവിനെ വാഴ്ത്തുന്നുണ്ട്, അല്ലാഹുവിനെ പുകഴ്ത്തുന്നുണ്ട്. മാ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ള സകലരും ആകാശങ്ങളിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ സൃഷ്ടികളും എല്ലാ ചരാചരങ്ങളും പടച്ച റബ്ബിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ചേരും ഇത് റബ്ബിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ടല്ലോ, ഈ ബുദ്ധിയുള്ള ഞാൻ ചൊല്ലുന്നില്ലല്ലോ. ഈ സ്റ്റാൻഡ്, ഈ മൈക്ക്, ഈ കാണുന്ന ഷീറ്റുകൾ, ഇവിടെ കാണുന്ന മരങ്ങൾ, ഇവിടെ കാണുന്ന കല്ലുകൾ, ഇവിടെ കാണുന്ന സകലമായ സൃഷ്ടികളും പടച്ച റബ്ബിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുമ്പോ ഈ ബുദ്ധിയുള്ള ഞാൻ ചൊല്ലുന്നില്ലല്ലോ. നിങ്ങൾക്കതിൽ സംശയമുണ്ടോ? ഇതൊക്കെ തസ്ബീഹ് ചൊല്ലുമോ എന്ന്? കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടവരുണ്ട്. കല്ലുകൾ കൈകളിൽ തസ്ബീഹ് ചൊല്ലി അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകളിൽ കിടന്നുകൊണ്ട് കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന് വേണ്ടി സകല ചരാചരങ്ങളും തസ്ബീഹ് ചൊല്ലുമ്പോ നമ്മൾ ഓർക്കണം, ഈ ഞാൻ മാത്രം തസ്ബീഹ് ചൊല്ലുന്നില്ലല്ലേ. ഞാൻ എത്രത്തോളം അധപതിച്ചവനാണ്, ഞാൻ എത്രത്തോളം മോശക്കാരനാണ്, ഞാൻ എത്രത്തോളം തെറ്റുകാരനാണ്. ഇവരൊക്കെ തസ്ബീഹ് ചൊല്ലുമ്പോ അല്ലാഹു ലോകത്ത് ഏറ്റവും ബഹുമാനിച്ച മനുഷ്യനായ ഞാൻ അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നില്ലല്ലോ. അല്ലാഹു വേറെ ഒരു ആയത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അലം തറ
അലം തറ നിങ്ങൾ കാണുന്നില്ലേ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് അല്ലാഹുവിന് ഭൂമിയിലുള്ള സകലതും സുജൂദ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാണ് ആരൊക്കെ? ഭൂമിയിലുള്ളവർ, ആകാശങ്ങളിലുള്ളവർ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അലം തറ നബിയെ താങ്കൾ കാണുന്നില്ലേ? ഇത് നബിയോട് മാത്രമുള്ള ചോദ്യമല്ല, ഈ ചോദ്യം ഞങ്ങളോടുമുണ്ട്. ഈ കണ്ണ് അതിനുള്ള പ്രാപ്തരായ കണ്ണായാൽ നമ്മൾക്കതൊക്കെ കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ലൗലാ അന്ന ശയാതീന ലയഹൂമൂന അലാ ഖുലൂബി ബനി ആദം, ഒരു മനുഷ്യ സന്തതിയുടെ ഹൃദയങ്ങളിൽ പിശാച് കിടക്കുന്നില്ലായിരുന്നുവെങ്കിൽ ലനളറു ഇലാ മലകൂതിസ് സമാവാത്, ആകാശങ്ങളിൽ നടക്കുന്നത് അവരുടെ കണ്ണുകൊണ്ടവർക്ക് കാണുമായിരുന്നു. ആകാശങ്ങളിൽ നടക്കുന്നവർക്ക് കാണുമെങ്കിൽ ഭൂമിയിലുള്ളത് കാണാതിരിക്കുമോ? ലൗലാ അന്ന ശയാതീന ലയഹൂമൂന, ശരീരത്തിലേക്ക് ഊളിയിറങ്ങുമായിരുന്നില്ല പിശാചുക്കൾ. നമ്മുടെ എവിടെയൊക്കെയാണോ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത്, എവിടെയൊക്കെയാണോ രക്തയോട്ടം നടക്കുന്നത്, അവിടെയൊക്കെ പിശാച് സഞ്ചരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ രക്തയോട്ടം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പിശാചും സഞ്ചരിക്കുന്നുണ്ട്. ഈ പിശാചിനെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമ്മൾക്ക് സാധിച്ചാൽ ആകാശങ്ങളിലുള്ള നിഗൂഢതകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു പറഞ്ഞത്, അലം തറ, പിന്നെ മോനെ നീ കാണുന്നില്ലേ, അന്നല്ലാഹ, അല്ലാഹുവിന് വേണ്ടി യസ്ജുദു ലഹു മൻ ഫിസ് സമാവാത്, ഭൂമിയിലുള്ളവർ സുജൂദ് ചെയ്യുന്നു, ആകാശങ്ങളിലുള്ളവരും സുജൂദ് ചെയ്യുന്നു. എന്നിട്ട് ഭൂമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആകാശത്തുള്ള നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നു. അശ്ശംസു വൽ ഖമറു വൻ നുജൂമു, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ എല്ലാം പടച്ച റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. അതേപോലെ വദ്ദവാബ്, നമ്മുടെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന നാൽക്കാലികളും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. വശജറു, മരങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അതേപോലെ പക്ഷികളും സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അധിക പേരും സുജൂദ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നില്ല. വകസീറും മിനന്നാസ്, മറ്റുള്ളതൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ ചെടികളും, ഒരു ചെടിയും മാറി നിൽക്കുന്നില്ല, ഒരു മൃഗവും മാറി നിൽക്കുന്നില്ല, ഒരു കല്ലോ സൂര്യനോ നക്ഷത്രം ഒന്നും മാറി നിൽക്കുന്നില്ല. എവരിത്തിങ്, അതിനുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ. പക്ഷെ മനുഷ്യൻ മാത്രം എല്ലാവരും ചെയ്യുന്നില്ല. ജനങ്ങളിൽ നിന്ന് അധിക പേരും സുജൂദ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കണം, ഇവിടെ അല്ലാഹു കഫീർ എന്നൊരു പദം ഉപയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ജനങ്ങളും സുജൂദ് ചെയ്യുന്നുവെന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിരുന്നുവെങ്കിൽ മുസ്ലിമീങ്ങൾ ചോദിക്കുമായിരുന്നില്ലേ, ഞങ്ങൾ സുജൂദ് ചെയ്യാറില്ലല്ലോ, ഖുർആനിൽ പറയുന്നത് നുണയാണല്ലോ എന്ന്. ഖുർആനിൽ പറയുന്നത് നുണയാണല്ലോ, ഞങ്ങൾ സുജൂദ് ചെയ്യാറില്ലല്ലോ എന്ന മുസ്ലിമീങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ജനങ്ങളിൽ നിന്ന് അധിക പേരും പടച്ച റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന് അല്ലാഹു പറയുന്നത്. ഏതായാലും സിനിമ കണ്ട്, ഏതെങ്കിലും സിനിമയോ ഏതെങ്കിലും ഹറാമുകളൊക്കെ കണ്ട് തന്റെ കാറിലൂടെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന ആളുകൾ എങ്ങാനും ഏതെങ്കിലും നമ്മുടെ കാറിലുള്ള FM ഒന്ന് ഓൺ ചെയ്യുമ്പോ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേൾക്കാനിടയായി എന്ന് സങ്കല്പിക്കാം. അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നമ്മൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേൾക്കാനിടയായി. എന്താണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. ഭൂമിയിലും ആകാശങ്ങളിലുമുള്ള സകലമായ വസ്തുക്കളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു എന്നൊരായത്ത് കേൾക്കുമ്പോ ഉടനെ ഒരു മനുഷ്യൻ ചിന്തിക്കണം, ഞാൻ ചൊല്ലുന്നില്ലല്ലോ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇവയൊക്കെ തസ്ബീഹ് ചൊല്ലുമ്പോ, കല്ലുകൾ തസ്ബീഹ് ചൊല്ലുമ്പോ, ഭൂമിയിലുള്ള എല്ലാം തസ്ബീഹ് ചൊല്ലുമ്പോ ഞാൻ മാത്രം തസ്ബീഹ് ചൊല്ലാതിരിക്കുകയോ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നമ്മൾക്ക് കഴിയണം. ആരാണ് അല്ലാഹു? അൽ മലിക്, അല്ലാഹുവാണ് അധികാരി, അല്ലാഹുവാണ് രാജാവ്. അൽ മലിക് ഖുദ്ദൂസ്, അല്ലാഹു പരിശുദ്ധനാണ്, പരിശുദ്ധനായ റബ്ബ്, രാജാധിരാജനായ റബ്ബ്. അൽ അസീസ്, പ്രതാപവാനായ റബ്ബ്. അൽ ഹകീം, തന്റെ ഇടമുള്ള ബുദ്ധിയുള്ള
അതേപോലെ പ്രതാപവാനായ റബ്ബ്, പരിശുദ്ധനായ റബ്ബ്, രാജാതിരാജനായ റബ്ബ്. അല്ലാഹുവിന്റെ 4 പേരുകളാണ് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്. 4 പേരുകൾ. ഒന്നാമത്തേത് അൽ മലിക്, രാജാവ് എന്നർത്ഥം. രണ്ടാമത്തേത് അൽ ഖുദ്ദൂസ്, പരിശുദ്ധൻ എന്നർത്ഥം. മൂന്നാമത്തേത് അൽ എന്നർത്ഥം. അത് ഒന്നാമത്തെ ആയത്ത് സൂചിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ആശയമാണ്. എന്നാൽ رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين هو الذي بعث في الأميين നിരക്ഷരരായ അക്ഷരം തിരിയാത്ത വായിക്കാൻ അറിയാത്ത സമൂഹത്തിലേക്ക് അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അയച്ചവനാണ് റബ്ബ്. ഒരു പ്രവാചകനെ അയച്ചവനാണ് റബ്ബ്. ഉമ്മ എന്ന പദത്തിന്റെ അറബിയിലുള്ള അർത്ഥം എന്നാൽ നിരക്ഷരൻ എന്നാണ് ഉമ്മിയ്യ് എന്നതിന്റെ അർത്ഥം. എന്തേ അങ്ങനെ കൊടുത്തത്? ഉമ്മിയ്യ്, ഉമ്മയുടെ കയ്യിലുള്ള കൊച്ചുകുട്ടി, അയാൾക്ക് ആ കുട്ടിക്ക് വായിക്കാനും അറിയില്ല എഴുതാനും അറിയില്ല, അതുകൊണ്ട് ഉമ്മയിലേക്ക് ചേർത്ത് ഉമ്മിയ്യ്, നിരക്ഷരൻ എന്നൊരു മീനിങ് അറബിയിൽ വരികയാണ്. അറബിയിലുള്ള പദങ്ങളും ഖുർആനിൽ വരുന്ന പദങ്ങളൊക്കെ അത്ഭുതങ്ങളാണ്. അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അള്ളാഹു അവരിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഇനി പ്രവാചകന്റെ വിശേഷണം പറയുന്നു. അള്ളാഹുവിന്റെ 4 നാമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു, ഓർമ്മയുണ്ടല്ലോ? അള്ളാഹുവിന്റെ 4 പേര് നമ്മൾ ആദ്യം പറഞ്ഞു. ഒന്ന് അൽ മലിക്, രാജാതിരാജൻ. അൽ ഖുദ്ദൂസ്, പരിശുദ്ധൻ. അൽ അസീസ്, പ്രതാപവാൻ. അൽ ഹകീം, തന്റെ ഇടമുള്ളവൻ. 4 നാമം. ഇനി ഹബീബിനെ കുറിച്ച് 4 വിശേഷണം പറയാം. ഒന്നാമത്തെ വിശേഷണം വല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം യത്ലൂ അലൈഹിം ആയാതിഹി. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശേഷണം രാജാതിരാജ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവിടെ പാറാവുകാരുണ്ടാവും, കൊട്ടാര സമാനമായ ബിൽഡിംഗ് ഉണ്ടാവും, പോലീസുകാരുണ്ടാവും, അതേപോലെ പട്ടാളക്കാരുണ്ടാവും. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഡ്യൂട്ടി. അള്ളാഹുവിന്റെ ഒന്നാമത്തെ പേര് അൽ മലിക്. നോക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒന്നാമത്തെ പേര് അൽ മലിക്. ആ മലിക് പറഞ്ഞേക്കുന്നത് അള്ളാഹുവിന്റെ രാജാതിരാജനായ റബ്ബിന്റെ അടയാളങ്ങളെ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സമൂഹത്തിന് പഠിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള പ്രവാചകനെ ഞാൻ അയച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ രണ്ടാമത്തെ പേര് അൽ ഖുദ്ദൂസ്, പരിശുദ്ധൻ അൽ ഖുദ്ദൂസ്. എന്നാൽ ഹബീബിന്റെ രണ്ടാമത്തെ വിശദീകരണം എന്താണ്? വയുസക്കീഹിം, പരിശുദ്ധനാക്കുന്നവനാണ്. അള്ളാഹുവിന്റെ രണ്ടാമത്തെ നാമം അൽ ഖുദ്ദൂസ്, പരിശുദ്ധൻ. ഹബീബിനെ കുറിച്ച് പറയുന്നത് വയുസക്കീഹിം, ആളുകളെ പരിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് അള്ളാഹുവിന്റെ റസൂൽ. അള്ളാഹുവിന്റെ മൂന്നാമത്തെ പേര് അൽ അസീസ്. ഒരാൾക്ക് എങ്ങനെയാണ് പ്രതാപവും സ്റ്റാറ്റസും ലഭിക്കുന്നത്? എങ്ങനെയാണ്? ويعلمهم الكتاب
കിതാബ്, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരാൾ പഠിക്കുമ്പോഴാണ് ഉന്നതനാവുന്നത്, പഠിക്കുമ്പോഴാണ് ഒരാൾ ഉന്നതനാവുന്നത്, ഒരാൾ പ്രതാപവാനാവുന്നത്. അയാൾ ഒരു ആലിമാകുമ്പോഴാണ്. സമൂഹത്തിൽ ഏറ്റവും വിലയുള്ള ആളുകൾ ആരാണ്? ഉഖ്റവിയായ പണ്ഡിതന്മാരല്ല, പണ്ഡിതന്മാരല്ല, അല്ലാഹുവിനെ പേടിക്കുന്ന ഉഖ്റവിയായ പണ്ഡിതന്മാർ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന, ആഖിറത്തിനെ ഭയന്ന് ജീവിക്കുന്ന പണ്ഡിതന്മാർ, അവരാണ് ഭൂമിയിലെ ഏറ്റവും നല്ലവര്. ലോകത്തേറ്റവും നല്ലവരും ലോകത്തേറ്റവും മോശവരും പണ്ഡിതന്മാർ തന്നെ. ലോകത്തേറ്റവും നല്ലവരും പണ്ഡിതന്മാർ, ലോകത്തേറ്റവും മോശപ്പെട്ടവരും പണ്ഡിതന്മാർ തന്നെ. എങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് ഏറ്റവും നല്ലവരാകുന്നത്? അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാണ് ഏറ്റവും നല്ല ആളുകൾ. എന്നാൽ ഏറ്റവും മോശപ്പെട്ട ആളാണ് ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന പണ്ഡിതന്മാരാണെങ്കിൽ അവരാണ് ഏറ്റവും മോശക്കാരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരാൾക്ക് സ്റ്റാറ്റസ് ലഭിക്കുന്നത്, ഡിഗ്നിറ്റി ലഭിക്കുന്നത്, അന്തസ്സ് ലഭിക്കുന്നത്, പ്രതാപം ലഭിക്കുന്നത് അയാൾ ഇൽമ് പഠിക്കുമ്പോഴാണ്, അയാൾ വിജ്ഞാനമുള്ള ആലിമാകുമ്പോഴാണ്. അതാണ് പ്രവാചകന്റെ മൂന്നാമത്തെ വിശേഷണം. സമൂഹത്തിന് ഇൽമ് പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്നു എന്നതാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മൂന്നാമത്തെ വിശേഷണം. നേരത്തെ പറഞ്ഞ അല്ലാഹുവിന്റെ നാലാമത്തെ നാമമേതാ? നാലാമത്തെ പേരേതാണ്? അൽ ഹകീം. തന്റെ ഇടമുള്ളവനാണല്ലോ റബ്ബ്. എന്നാൽ ഹബീബിന്റെ നാലാമത്തെ വിശേഷണം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. സമൂഹത്തിന് തന്റെ ഇടം പഠിപ്പിക്കുന്നവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒന്നാമത്തെ ആയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു ആശയം ജനിപ്പിക്കുകയും രണ്ടാമത്തെ ആയത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആയത്ത് ജനിപ്പിക്കുകയും ചെയ്യുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഡ്യൂട്ടി, അല്ലാഹുവിന്റെ ഹബീബിന് സമൂഹത്തിന് ചെയ്യാനുള്ള ആ ഒരു മിഷൻ 4 കാര്യമായിരുന്നു. ഒന്ന്, സമൂഹത്തിന് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തേത്, അവർക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ അവർക്ക് തസ്കിയത്തുള്ളവരാക്കി അവരെ മാറ്റുക. നാലാമത്തേത്, നല്ല തന്റെ ഇടമുള്ളവരാക്കി മാറ്റുക. ഇതാണ് ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു. ാണ് മക്കൾ ഇങ്ങനെ ഒരുപാട് മാതാപിതാക്കൾ ഉപദേശിച്ചു. എന്നിട്ട് എന്റെ മക്കൾ നന്നാവില്ല എന്ന പ്രതീക്ഷ, നന്നാവുമെന്ന പ്രതീക്ഷ കൈവിടിഞ്ഞു. ഇനി ഞാൻ ഉപദേശിക്കുന്നില്ല, അവൻ നന്നാവൂല എന്ന ഒരാളും പറയാൻ പാടില്ല. അങ്ങനെ അവരെ നെവർ മൈൻഡ് ചെയ്യാനും പാടില്ല. എന്റെ ഒരിക്കൽ മുശ്രിക്കീങ്ങളായ ആളുകൾ, അജ്ഞതയുടെ യുഗം, വിവരമില്ലാത്ത സമൂഹം, വിവരമില്ലാത്തവർ, ഡാർക്ക് ഏജ് എന്നൊക്കെ സമൂഹം മുദ്ര കുത്തിയ ഈ കാട്ടാളന്മാരായ മക്ക മുശ്രിക്കീങ്ങളിൽ വരെ ഖുർആൻ കൊണ്ട് മാറ്റം വന്നുവെങ്കിൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ബുദ്ധിയുള്ള സമൂഹത്തിന് മാറ്റം വരില്ല എന്നൊരിക്കലും പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് ആയത്തുകളുമായി കടന്നു വന്നപ്പോഴേക്കും അവർക്ക് മനസ്സിലായി, ഇത് മുഹമ്മദിന്റെ വാക്കല്ല, ഇത് ആരോ പഠിപ്പിച്ചു കൊടുത്തതാണ്, ആരോ പറയാൻ പറഞ്ഞതാണ്. എന്നിട്ട് അവർ കേട്ട് നോക്കുമ്പോഴേക്കും അവർക്കതിൽ ആകൃഷ്ടരായി. അങ്ങനെ അവർ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നുവെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഓരോ ആളുകളുടെയും ദൗത്യം ഈ പരിശുദ്ധമായ ഖുർആൻ സമൂഹത്തിന് മുഴുവനും എത്തിച്ചു കൊടുക്കലാണ്. എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ? ഇത് സമൂഹത്തിന്റെ വഴികാട്ടിയാണ്, ലോകത്തിന്റെ വഴികാട്ടിയാണ് ഖുർആൻ. ആ ഖുർആനിന്റെ ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആനിൽ പറയുന്നുണ്ട് വലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ വലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ. നിങ്ങൾ ലഹരി ബാധിച്ചു, മത്ത് പിടിച്ചിരിക്കെ, കള്ള് കുടിച്ചു, ഡ്രഗ് അഡിക്റ്റായി, മയക്കുമരുന്ന് ഉപയോഗിച്ചു നിസ്കരിക്കാൻ നിങ്ങൾ പള്ളിയിലേക്ക് പോവുകയോ നിസ്കരിക്കുകയോ ചെയ്യരുത് എന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാതെ നിങ്ങൾ നിസ്കരിക്കാൻ പോകാൻ പാടില്ല. സഹോദരന്മാരെ ശ്രദ്ധിക്കുന്നുണ്ടോ? സഹോദരിമാരെ, ഈ വിഷയം ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. വലാ തഖറബുസ് സ്വലാത്ത ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ. നിങ്ങൾ മത്ത് പിടിച്ചിരിക്കെ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയുന്ന അവസ്ഥയിലേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഞാൻ പറയട്ടെ, അൽഹംദുലില്ലാഹ് നമ്മളൊന്നും കള്ളു പിടിക്കാത്ത ആളുകളാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത ആളുകളാണ്. പക്ഷേ നമ്മുടെ അടുത്ത വിശേഷണം ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയുന്നത് വരെ നിങ്ങൾ നിസ്കരിക്കാൻ പോവില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയുന്നുണ്ടോ നമ്മൾ എന്താണ് പാരായണം ചെയ്യുന്നതെന്ന്? നമ്മൾക്ക് അറിയുന്നുണ്ടോ? ചോദിക്കാണ്. മഴയുടെ സൗണ്ടില് ഇങ്ങനെ മുഴുകിയ കവികളായ ആളുകൾക്കൊക്കെ കവിതകളൊക്കെ ജനിക്കുന്ന സമയമാണ്, മഴ വരുന്ന സമയം. ജനലിന്റെ പാളിയിൽ എത്തി നോക്കി മനോഹരമായ കവിതകൾ എഴുതുന്ന കവികളൊക്കെ ഉണ്ട്. ഏതായാലും അല്ലാഹുവിന്റെ റഹ്മത്താണ്, ദുആക്ക് ഇജാബത്തുള്ള സമയമാണെന്നാണ്. മഴയുടെ സമയം ഒരാൾ ദുആ ചെയ്താൽ ആ ദുആഇന് ഇജാബത്തുണ്ടെന്നാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾക്കൊക്കെ മാപ്പ് നൽകുമാറാവട്ടെ. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ. നിങ്ങൾ മത്ത് ബാധിച്ചു, നിങ്ങൾ നിസ്കാരത്തിലേക്ക് പോകരുത്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുന്നത് വരെ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരും കള്ളു കുടിക്കാറില്ല, പക്ഷേ നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് നമ്മൾക്കറിയാറുണ്ടോ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. അതിനു വേണ്ടുന്ന മീഡിയകൾ, അതിനു വേണ്ടുന്ന ഡിവൈസുകൾ നമ്മുടെ കയ്യിലുണ്ട്. മൊബൈൽ ഫോൺ എടുത്താൽ അതിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്, അതിന്റെ ഓഡിയോകളുണ്ട്, അതിന്റെ ഖുർആനിന്റെ ആപ്പുകളുണ്ട്, തജ്വീദിന്റെ നിയമങ്ങളുണ്ട്. എല്ലാം വളരെ സുലഭമായി നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഖുർആനിന്റെ ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാന ദിവസം ഇങ്ങനെ പ്രഭാഷണം നടത്തുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഒരു കാര്യം കൂടി ഉണർത്തുന്നുണ്ട്. നിങ്ങൾ 4 കാര്യം അധികരിപ്പിക്കണമെന്ന്. ഇന്നെല്ലാവരും എണീറ്റ് നിന്നൊരു പ്രാവശ്യം അല്ലെ, ഒരു 3 പ്രാവശ്യം ഷഹാദത്ത് കലിമ ചൊല്ലി അല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. എല്ലാവരും ചൊല്ലി. വേണമെങ്കിൽ എണീറ്റൊന്ന്, വേണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി. റമളാൻ അവ്വലുഹു റഹ്മ. ഒന്നാമത്തെ 10 കാരുണ്യത്തിന്റെ 10ആണ്. രണ്ടാമത്തെ 10 അത് മഗ്ഫിറത്തിന്റെ 10ആണ്. മൂന്നാമത്തേത് ഇത്ഖും മിനന്നാർ. അതിനൊക്കെ ഒന്നാമത്തെ 10ൽ നമ്മൾ ചൊല്ലുന്ന ദിക്ർ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് കാരുണ്യം തരണേ എന്നൊരു ചോദ്യമാണ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. റമളാൻ 1 മുതൽ റമളാൻ 10 വരെ നമ്മൾ നിരന്തരം അല്ലാഹുവേ എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്നുള്ള ചോദ്യമാണ്.
ആ 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. 11 മുതൽ 20 വരെ നിരന്തരമായി ചോദിക്കണം, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ എന്റെ പാപങ്ങൾ പുറത്തു തരണമെന്ന്. റമളാൻ 20 ആകുമ്പോഴേക്കും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടണം. പിന്നെ അടുത്ത 10 അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത മഅൽ അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥന. റമളാൻ കഴിയുമ്പോഴേക്കും പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച ആളുകളായി നമ്മൾ മാറിയിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ റമളാൻ 1 മുതൽ 10 വരെ ചെല്ലാനും വർദ്ധിപ്പിക്കാനും ഒരു ദിക്ർ അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതാണ് പറഞ്ഞത് വസ്തഗ്ഫിറൂ ഫീഹി മിൻ 4 ഫിസാൽ. റമളാൻ മാസത്തിൽ 4 ദിക്റുകൾ നിങ്ങൾ അധികരിപ്പിക്കണം. നിരന്തരമായി ചെല്ലണം. നടക്കുമ്പോഴും വാലിന് വരുമ്പോഴും പരിശുദ്ധമായ റമളാനിൽ അധികരിപ്പിക്കണം. എന്തൊക്കെയാണ് ആ ദിക്റ്? ഫഅമ്മൽ ഖസ്ലതാനില്ലതാനി തുർബൂന ബിഹിമാ റബ്ബക്കും, അവന് ലഭിക്കും, അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ ഫഅമ്മൽ ഖസ്ലതാനില്ലതാനി തുർബൂന ബിഹിമാ റബ്ബക്കും ഫശഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂന ബിഹി റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടം. മുതലാളിയോട് കടം ചോദിക്കുന്നത് മുതലാളിക്ക് ഇഷ്ടമല്ലെങ്കിൽ, സാലറി ചോദിക്കുന്നത് പോലും മുതലാളിക്ക് ഇഷ്ടമല്ലെങ്കിൽ, പടച്ച റബ്ബിനോട് എന്ത് ചോദിക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടം തന്നെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നധികരിപ്പിക്കുന്ന ആളുകളെ അല്ലാഹു അല്ലാതെ ഇഷ്ടപ്പെടും. അല്ലാഹുവിന് അയാളോട് സ്നേഹമായിരിക്കും. അതുകൊണ്ട് 2 കാര്യം റമളാനിൽ നിങ്ങൾ അധികരിപ്പിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് നിരന്തരമായി ചൊല്ലുന്നവർ, ഇത് നിരന്തരമായി ചൊല്ലുന്ന ആളുകൾ, ഇത് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സ്നേഹിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫഅമ്മൽ ഖസ്ലതാനില്ലതാനി ലാ ഗിനാ ബികും അൻഹുമാ, നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത 2 കാര്യം കൂടി റബ്ബിനോട് നിങ്ങൾ ചോദിക്കണം. വേറെ 2 കാര്യം കൂടി നിങ്ങൾ റബ്ബിനോട് ചോദിക്കണം. എന്താണ് ആ 2 കാര്യം? ഫതസ്അലൂന ബിഹിൽ ജന്ന, അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കണം. അതാണ് നമ്മൾ ചോദിക്കുന്ന അസ്അലുകൽ ജന്ന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം തരണമേ എന്ന്. അസ്അലുകൽ ജന്ന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം തരണമേ എന്നുള്ള ചോദ്യം. വഅഊദു ബിക മിനന്നാർ, അല്ലാഹുവേ ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഈ 2 കാര്യം നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാനത് മാധ്യമമാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗ്ഗത്തിലേക്ക് കടക്കുവാനും ആഗ്രഹിക്കുന്ന ആളുകൾ ഈ 2 ദിക്ർ പരിശുദ്ധമായ പുറത്തു തരണേ അല്ലാഹ്. അസ്അലുകൽ ജന്ന, നിന്നോട് ഞാൻ സ്വർഗ്ഗം ചോദിക്കുന്നു റബ്ബേ. വഅഊദു ബിക മിനന്നാർ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ചോദിക്കുന്നതിന്റെ അടിസ്ഥാനം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്ന ണമെന്നാണ് പറഞ്ഞത്. അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി നിങ്ങൾ ചോദിക്കുക മാത്രമാണ് വേണ്ടത്. കുട്ടുവീൻ തുറക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ രാത്രിയിൽ ഒരു തെറ്റ് ചെയ്താൽ പകലാകുമ്പോഴേക്കും പടച്ച റബ്ബിനോട് ദുആ ചെയ്തേക്ക്. പകലിൽ ഒരു തെറ്റ് ചെയ്താൽ രാത്രിയിൽ നിങ്ങൾ ദുആ ചെയ്തേക്ക്. അല്ലാഹു കൈകൾ നീട്ടിയിരിക്കുകയാണ്. നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചോദിക്കുന്നത് കാത്തിരിക്കുകയാണ് പടച്ച റബ്ബ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു നമ്മോട് പറഞ്ഞു തന്നത്
പിടിച്ച സമൂഹമേ, ഓ തെറ്റ് ചെയ്ത് നടക്കുന്ന സമൂഹമേ, അമിതവ്യയം നടത്തുന്ന സമൂഹമേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാവേണ്ട ആവശ്യമില്ല. അല്ലാഹു നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു പുറത്തു തരുന്നവനാണ്. വഅനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങണേ. വഅസ്ലിമൂ ലഹു, നിങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ശിക്ഷ വരാനുള്ള സമയമായിട്ടുണ്ട്. അല്ലാഹുവിന്റെ കോപം നമ്മളിലേക്ക് സംഭവിക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിന് മുമ്പ്, ആ ശിക്ഷ വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കണം. പാപമോചനം നടത്താതെ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ പരീക്ഷണം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ശിക്ഷകൾ വന്നാൽ, അങ്ങനെ പരീക്ഷണങ്ങൾ വന്നാൽ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചെന്ന് വരില്ല, നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിച്ചെന്ന് വരില്ല, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ളൊരു സമയത്തെ നിങ്ങൾ കാത്തിരിക്കണ്ട. 3 സമയത്തിന് മുമ്പ് അല്ലാഹുവിലേക്ക് മടങ്ങാൻ അല്ലാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ. 3 സമയം വരുന്നതിന് മുമ്പ് തൗബ ചെയ്യാൻ അല്ലാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ പോവുകയാണ്. അങ്ങനെ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിയാൽ നിങ്ങൾക്ക് ഞാൻ പൊറുത്തു തരാൻ തയ്യാറാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ സമൂഹമെല്ലാം ഞാൻ മുസ്ലിമാണ്, എന്നെ മുസ്ലിമാക്കണേ, ഞാൻ മുസ്ലിമാവാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരികയും മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ തെറ്റ് ചെയ്യുന്ന ആളുകൾ ഞാൻ നന്നാവുകയാണെന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ആ സുന്ദരമായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യും. പക്ഷേ നിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചാൽ തൗബയുടെ കവാടങ്ങൾ അല്ലാഹു അടച്ചു വെക്കുകയാണ്. അതേപോലെ ദജ്ജാൽ പുറപ്പെട്ടാലും നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല, നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. പടച്ച റബ്ബിനോട് ആ ദജ്ജാൽ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണേ. ദജ്ജാൽ പുറപ്പെട്ടാൽ അല്ലാഹുവിന്റെ ദീനിലേക്ക് കൂട്ടമായി ആളുകൾ ഒഴുകി വരും. ഇസ്ലാം സത്യമാണല്ലോ, ഇസ്ലാം പണ്ടേ പറഞ്ഞതാണല്ലോ, ഞാൻ മുസ്ലിം ആവുകയാണെന്ന് പറഞ്ഞ് അമുസ്ലിമീങ്ങൾ കൂട്ടമായി കടന്നു വരും. പക്ഷേ അവരുടെ സമയവും കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ മുസ്ലിമീങ്ങളിൽ തോന്നിവാസികളായി ജീവിക്കുന്ന ആളുകളും പറയും, ഉസ്താദുമാര് വാല് പറഞ്ഞത് സത്യമാണല്ലോ, ഞാൻ നന്നാവുകയാണ്, ഞാൻ തൗബ ചെയ്ത് മടങ്ങുക ണെന്ന് പറഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിക്കില്ല, അല്ലാഹു അവരുടെ തൗബയും സ്വീകരിക്കില്ല. അതേപോലെ ദാബത്തുള്ളവർ പുറപ്പെട്ടാലും അല്ലാഹു തൗബ സ്വീകരിക്കില്ല. അതേപോലെ വേറൊരു ആയത്തിൽ കാണാം, ഒരു മനുഷ്യന്റെ റൂഹ് തൊണ്ടക്കുടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കില്ല എന്ന്. റൂഹ് തൊണ്ടക്കുടിയിലേക്ക് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കാനും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുവാനും നമ്മൾക്ക് അവസരമുണ്ട്. ഫിർഔൻ മരിക്കുന്ന സമയത്ത് പടച്ച റബ്ബിനോട് പറഞ്ഞുവല്ലോ, ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ, അല്ലാഹുവേ ഞാൻ നിന്നിൽ വിശ്വസിക്കുകയാണ്. മൂസാ നബിയുടെ ാനുള്ള ഭാഗ്യം ലഭിച്ചോ? അല്ലാഹു ഫിർഔനിന്റെ തൗബ സ്വീകരിച്ചു. പരീക്ഷണങ്ങളാണ് ഫിർഔനിന് അല്ലാഹു നൽകിക്കൊടുത്തത്. 9 പരീക്ഷണങ്ങളാണ് അല്ലാഹു നൽകിയത്. രക്തം
أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى أيحسب الإنسان أن يترك سدى ألم يكن نطفة من مني يمنى الله ചോദിക്കുകയാണ് അയഹ്സബുൽ ഇൻസാൻ ഓ മനുഷ്യ നീ ചിന്തിക്കുന്നുണ്ടോ ഇന്ന് ഞാൻ വെറുതെ വിടുമെന്ന് ചിന്തിക്കുന്നുണ്ടോ റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്നത് വരെ നിനക്ക് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടില്ലേ ഓരോ റമദാനുകൾ വരുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് നന്നാവാനുള്ള അവസരമാണെന്നാണ് ആ റമദാൻ കഴിയുമ്പോഴേക്കും നമ്മൾ നന്നാവണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അർ-റമളാനു ഇല റമളാനി കഫാറ ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ ഉള്ള ഒരു വർഷ കാലയളവിൽ നമ്മൾ ചെയ്യുന്ന ചെറുദോഷങ്ങളെല്ലാം അല്ലാഹു നമ്മൾക്ക് ചോദിക്കാതെ തന്നെ പുറത്തു തരുന്നുണ്ട് الرمضان إلى الرمضان ഒരു റമളാൻ മുതൽ കഴിഞ്ഞ റമളാൻ മാസം മുതൽ ഈ റമളാൻ മാസം വരെ നമ്മൾ ചെയ്ത ചെറുദോഷങ്ങൾ ചോദിക്കാതെ തന്നെ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരുന്നുണ്ട് വസ്സലാത്തു ഇലസ്സലാത്ത് ഒരു ഫർദ് നിസ്കാരത്തിൽ നിന്ന് അടുത്ത ഫർദ് നിസ്കാരം വരെ നമ്മൾ ചെയ്യുന്ന ചെറുദോഷങ്ങൾ അല്ലാഹു ചോദിക്കാതെ തന്നെ പുറത്തു തരുന്നുണ്ട് അൽ ജുമുഅത്തു ഇലൽ ജുമുഅ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ചെറുദോഷങ്ങൾ ചോദിക്കാതെ തന്നെ അല്ലാഹു പുറത്തു തരുന്നുണ്ട് അതേപോലെ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹു നമ്മൾക്ക് 10 തിന്മകൾ മാറ്റി തരുന്നുണ്ട് സദഖ ചെയ്യുമ്പോൾ അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നുണ്ട് ഇൽമിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ അല്ലാഹു അവർക്കും പുറത്തു കൊടുക്കുന്നുണ്ട് പിന്നെ എവിടെയാണ് നമ്മുടെ പാപങ്ങൾ ബാക്കിയുള്ളത് നമ്മൾക്ക് വല്ല പാപങ്ങളും ഉണ്ടാകുമോ ഇവിടെയൊക്കെ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത് ചെറുദോഷങ്ങളാണ് വൻ ദോഷങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തി മടങ്ങിയാലേ രക്ഷയുള്ളൂ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി മടങ്ങണം അല്ലാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് മടങ്ങണം രണ്ട് കണ്ണുനീരുകൾ രണ്ട് ഡ്രോപ്പുകൾ രണ്ട് വെള്ളത്തുള്ളികൾ അല്ലാഹു നാളെ നരകത്തിലേക്ക് കൊണ്ടുപോയില്ല രണ്ട് തുള്ളികൾ നാളെ നരകത്തിലേക്ക് പോവുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ ഒന്ന് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്ത് ശഹീദായി പോയ ആ യോദ്ധാവിന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തത്തിന്റെ തുള്ളികൾ ആ തുള്ളിയുടെ നിറം രക്തത്തിന്റെ കളറാണെങ്കിലും ആ തുള്ളിക്ക് കസ്തൂരിയുടെ സുഗന്ധമാണ് ആ തുള്ളി ആരുടെ ശരീരത്തിൽ നിന്നാണോ ഇറ്റ് വീണത് അയാൾ നാളെ നരകത്തിലേക്ക് വീഴില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ തുള്ളി ആരുടെ കണ്ണിൽ നിന്നാണോ മിൻ ഖശിയത്തില്ലാഹ് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ആരുടെ കണ്ണിൽ നിന്നാണോ കണ്ണുനീര് വീണത് അവരും നാളെ നരകത്തിലേക്ക് പോവില്ല എന്ന് പറയുമ്പോൾ ഒരു ദിവസമെങ്കിലും കരഞ്ഞേക്ക് സഹോദരന്മാരെ എല്ലാ ദിവസവും പറയാൻ കഴിയുന്നില്ല എങ്കിൽ എല്ലാ ദിവസവും പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാനോ അല്ലാഹുവിലേക്ക് വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതിരിക്കുന്നുവെങ്കിൽ ഒരു ദിവസമെങ്കിലും പടച്ച റബ്ബിലേക്ക് മടങ്ങി കരഞ്ഞേക്ക് അല്ലാഹുവിനെ പേടിച്ചു കരഞ്ഞേക്ക് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഇന്ന ഫിൽ ജന്നതി ഖുറഫാ സ്വർഗ്ഗീയ ലോകത്ത് മനോഹരമായ ഒരു വീടുണ്ട് മനോഹരമായ ഒരു മുറിയുണ്ട് മനോഹരമായ ഒരു കൊട്ടാരമുണ്ട് അതിന്റെ അകത്തു നിന്ന് നോക്കുമ്പോ പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് പുറത്ത് സംഭവിക്കുന്നത് എന്ന് അകത്തളങ്ങളിൽ നോക്കി നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള മനോഹരമായ ഒരു കൊട്ടാരം മനോഹരമായ ഒരു മുറി അല്ലാഹു സ്വർഗ്ഗീയ ലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി വബാതിനുഹാ മിൻ ളാഹിരിഹാ എന്നാൽ പുറത്തു നിന്ന് നോക്കുമ്പോ അകത്തളങ്ങളിലുള്ളതും കാണാൻ സാധിക്കുന്ന വളരെ മനോഹരമായ സ്ഫടികം പോലെയുള്ള ഒരു കൊട്ടാരം വളരെ മനോഹരമായ ഒരു മുറി വളരെ മനോഹരമായ ഒരു വീട് അല്ലാഹു സ്വർഗ്ഗീയ ലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് 4 കൂട്ടം ആളുകൾക്കാണത് അല്ലാഹു ഒരുക്കി വെച്ചത് ഒന്ന് ലിമൻ അത്അമ ആരാണോ ഭക്ഷണം നൽകുന്നത് ആരാണോ സദ്യ നൽകുന്നത് മുഅ്മിനീങ്ങളായ ചങ്ങാതിമാർക്ക് മുഅ്മിനീങ്ങളായ കുടുംബക്കാർക്ക് മുസ്ലിമീങ്ങളായ ആളുകൾക്ക്
ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം നൽകുന്ന ആളുകൾ, ഇടയ്ക്കിടെ സദ്യയ്ക്ക് വിളിക്കുന്ന ആളുകൾ, ഇടയ്ക്കിടെ സൽക്കാരങ്ങൾ വിളിക്കുന്ന ആളുകൾ, എന്നിട്ട് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ ആരാണ്? അവർക്ക് അല്ലാഹു പ്രത്യേകമായ ഒരു ഭവനം സ്വർഗീയ ലോകത്ത് പണിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 4 കൂട്ടം ആളുകൾ. ഇന്ന ഫിൽ ജന്നതി ഗുറഫാ, സ്വർഗത്തിൽ മനോഹരമായ ആ ഒരു കൊട്ടാരം ലഭിക്കുന്നത് ലിമൻ അത്അമ അത്ആം, ആരാണോ ഭക്ഷണം നൽകുന്നത്, ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ട് ഭക്ഷണം നൽകുന്ന ആളുകൾ, അല്ലാഹു അവർക്ക് മനോഹരമായ കൊട്ടാരം നൽകും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലമില്ല. മറ്റൊരാളെ കൂടെ കിട്ടാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കാറേയില്ല. ആരെങ്കിലും അതിഥിയായി, ആരെങ്കിലും സൽക്കാരത്തിന് ലഭിച്ചാലേ അദ്ദേഹം ഭക്ഷണം കഴിക്കാറുള്ളൂ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ദൂതന്മാരായ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് കയറിയത്. അപ്പോഴേക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓടിപ്പോയി ഒരു ആടിനെ അറുത്തുകൊണ്ട് സദ്യ ഒരുക്കുകയാണ്. ഭക്ഷണം തയ്യാറായി. അവർക്ക് ഭക്ഷണം വിളമ്പുമ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ അല്ലാഹുവിന്റെ ദൂതന്മാരായ മലക്കുകളാണെന്ന്. ഭക്ഷണം കൊടുക്കുന്നത് വല്ലാതെ സ്നേഹിച്ചു പോയ മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ സുഹൃത്തായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹം എല്ലാവർക്കും ഭക്ഷണം ഇങ്ങനെ വിതരണം ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഒരു സുഹൃത്തിന്റെ കൂടെ എവിടെ നിന്നോ കണ്ടുമുട്ടിയ ഒരാളുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം ചോദിച്ചു, നീ മുസ്ലിമാണോ എന്ന്, നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ എന്ന്, നിസ്കരിക്കാറുണ്ടോ എന്ന്. അയാൾ പറഞ്ഞു, ഇസ്ലാമോ അല്ലാഹുവോ നിങ്ങളുടെ റബ്ബിൽ നിന്നും എനിക്ക് വിശ്വാസമില്ല, നിങ്ങളുടെ അല്ലാഹുവിൽ എനിക്ക് വിശ്വാസമില്ല, ഞാൻ മുസ്ലിമല്ല, ഞാൻ നിസ്കാരക്കാരനല്ല എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അയാളെ ഓടിച്ചു വിട്ടത്. രണ്ടുപേര് തിന്നുകൊണ്ടിരിക്കാൻ, തിന്നുന്നതിനിടയിലാണ് ചോദിച്ചത്, മുസ്ലിമാണോ? ഞാൻ മുസ്ലിമല്ല. ഓടിക്കോ എന്ന് പറഞ്ഞു. ഭക്ഷണത്തിന്റെ പകുതിന് തന്നെ കൈ പോലും കഴുകാതെ ഓടിച്ചു വിട്ടുന്നതാണ്. അല്ലാഹു തആല ഉടനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്, യാ ഇബ്രാഹിം, പാടില്ലായിരുന്നു. നിനക്കറിയോ ഞാൻ എത്ര വർഷങ്ങളായി ഞാൻ എന്നിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്. ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ട്? ലോകത്ത് മുസ്ലിമീങ്ങൾ 5ാം സ്ഥാനത്താണെന്ന് തോന്നുന്നു. മൈനോറിറ്റി ആണല്ലോ, മെജോറിറ്റി അല്ലല്ലോ. അങ്ങനെയുള്ള അമുസ്ലിമീങ്ങൾക്കല്ലേ അല്ലാഹു ഭക്ഷണം നൽകുന്നത്? ലോകത്തുള്ള മുതലാളിമാരുടെ ലിസ്റ്റ് എടുത്തു നോക്കുമ്പോൾ ഭൂരിഭാഗവും അമുസ്ലിമീങ്ങളാണ്. എത്ര വർഷമായി നോക്കാതെ ഭക്ഷണം നൽകുന്നത്? ഒരു ദിവസം മുസ്ലിമല്ലാത്ത ഒരാൾക്ക് ഭക്ഷണം നൽകാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് വാ നീ പോവല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് പോ. ഇബ്രാഹിം, നിങ്ങളല്ലേ എന്നെ ആട്ടിവിട്ടത്, നിങ്ങളല്ലേ എന്നെ പറഞ്ഞയച്ചത്, എന്നിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അയാളോട് പറഞ്ഞു, നിന്റെ കാര്യത്തിൽ നിനക്ക് ഭക്ഷണം നൽകി പകുതിയിൽ നിന്ന് നിന്നെ ഭക്ഷണം പൂർത്തീകരിക്കാതെ തിരിച്ചയച്ചതിൽ എന്റെ റബ്ബ് എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, എന്നെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്, എന്നെ ചീത്ത പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നീ വാ, ഭക്ഷണം കഴിച്ചിട്ട് നീ പോകാൻ പാടുള്ളൂ. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നത്, നിന്റെ റബ്ബ് നിന്റെ വിശ്വസിക്കാത്ത അമുസ്ലിമായ എനിക്ക് ഭക്ഷണം തരാത്തതിന്റെ പേരിൽ എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ഭക്ഷണം കംപ്ലീറ്റ് ചെയ്ത് പൂർത്തിയാക്കി. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നത്, ഇബ്രാഹിം
എങ്ങനെയുണ്ട്? ഭക്ഷണത്തിന്റെ പകുതി അമുസ്ലിമായിരിക്കുകയും ഭക്ഷണത്തിന്റെ മറ്റൊരു പകുതി മുസ്ലിമായിരിക്കുകയും കഴിച്ചുപോയ ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെ? ആ വ്യക്തിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഭക്ഷണത്തിന്റെ പാത്രത്തിന്റെ പകുതി ഭാഗം അമുസ്ലിമായിരിക്ക കഴിച്ചു, മറ്റേ പകുതി ഭാഗം മുസ്ലിമായിരിക്കുകയും കഴിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണല്ലോ എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു സന്ദേശമയക്കുകയാണ്. ഏതായാലും ഉസ്താദുമാരൊക്കെ ബഅലിന് വരുമ്പോ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആളുകൾ മത്സരിക്കാറുണ്ട്. എന്തിനാണത്? ലിമൻ അത്അമ അത്അം. ഇന്നാരെങ്കിലും മത്സരിച്ചിട്ടുണ്ടോ? ഉച്ചക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഭക്ഷണം ഒരുക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗീയ ലോകത്ത് ഇങ്ങനെയുള്ളൊരു കൊട്ടാരം തരും, സ്ഫടികം പോലെയുള്ള കൊട്ടാരം. പക്ഷെ പേരിന് വേണ്ടി കൊടുത്തിട്ട് കാര്യമില്ലേ? ഇന്ന് നടക്കുന്ന സദഖകൾ മുഴുവനും ഇന്ന് നടക്കുന്ന സദഖകൾ പേരിനാണ്. മുഴുവൻ ഞാൻ പറയുന്നില്ല, ഏകദേശം എല്ലാ പേരിന് തന്നെ. അള്ളാഹുവിനെ പിടിച്ചു കൊടുക്കുന്നത് വളരെ കുറവാണെന്ന് തോന്നാണ്. സത്യത്തിൽ ദാനധർമ്മം അല്ലെ, ധർമ്മമില്ലാത്ത ദാനമായി മാറുന്നുണ്ടോ എന്ന് തോന്നാം അല്ലെ. ധർമ്മമില്ലാത്ത ദാനങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. പിന്നെ വീട് കൂടി അതുപോലെ കുട്ടികളെ പിന്നെ പ്രസവിച്ച ഉടനെ തൊട്ടിൽ കെടുത്തൂലേ, അങ്ങനെ ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ അല്ലേ? മുടികൾച്ചിലിന്റെ സമയത്ത് മോതിരങ്ങൾ, പിന്നെ കുടുംബക്കാർ, ജ്യേഷ്ഠത്തി, അനുജത്തിയൊക്കെ ചൈനുകൾ, കൈ ചെയിനുകൾ, കാൽ ചെയിനുകളൊക്കെ സ്വർണ്ണങ്ങൾ കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സ്വഭാവം. എന്തിനാണത്? ഇവൾക്ക് കൊണ്ടുവന്ന ആൾക്കൊരു കുട്ടി ജനിക്കുമ്പോൾ ഇവള് തിരിച്ചു കൊടുക്കണം. അതിനുവേണ്ടി കൊടുക്കാൻ. ഇനി തിരിച്ചു കൊടുത്തില്ലേ എങ്കിൽ കുട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് തന്നിട്ടില്ല, ഇത് സ്വതക്കയാണോ? കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കൂലി പ്രതീക്ഷിച്ചിട്ട് കൊടുക്കുക, നല്ല കാര്യമാണ്. പക്ഷേ ഈ കൊടുക്കുന്ന ലക്ഷ്യം എന്താ? എനിക്ക് കുട്ടി പ്രസവിക്കുമ്പോ എനിക്ക് തിരിച്ചു തരണം, ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് കൊടുത്തേക്കാണ് കൂലിയിട്ട. പിന്നെ ഞാൻ കൊടുത്തില്ലെങ്കിൽ ആളുകൾ എന്താ പറയാ? ഞാൻ കൊടുത്തില്ലെങ്കിൽ അവള് പറയും തന്നിട്ടില്ലല്ലോ, ഒന്നും തന്നിട്ടില്ല, അവൾ എന്തെങ്കിലും പറയൂലേ, നാണക്കേടല്ലേ, ഷെയ്മല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ചില ആളുകൾ കൊടുക്കുന്നത്. അതിലൊരു പുണ്യം ലഭിക്കാനില്ല. ഒരു പക്ഷെ അതുകൊണ്ടൊക്കെ അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് ദോഷമായിരിക്കും. അപ്പൊ നല്ല നിയത്തോടു കൂടി കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ഒരു കല്യാണം വരുമ്പോ ഗിഫ്റ്റായി കൊടുക്കും, ചങ്ങാതിമാർ ഒരു മോതിരം സന്തോഷത്തോടെ കൊടുക്കാൻ. ഇനി ഇങ്ങോട്ട് തന്നില്ലേ ഒന്നും പറയാൻ പാടില്ല, നമ്മൾ കൊടുത്തതാണ്, ഇങ്ങോട്ട് തന്നാ സ്വീകരിക്കുക, കുഴപ്പമില്ല. എന്റെ കല്യാണത്തിന് എനിക്കും തരാനൊരു സ്വർണ്ണ മോതിരം, അൽഹംദുലില്ലാഹ് സ്വീകരിക്കുക. പക്ഷെ തന്നില്ലെങ്കിൽ അതിന് കുറ്റം പറയാൻ പാടില്ല. ഏതായാലും അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചു. നിങ്ങൾക്കൊക്കെ ചൂടെടുക്കുന്നുണ്ടോ? ഏതായാലും ഭക്ഷണം നൽകുന്ന ആളുകൾക്ക് അല്ലാഹു ഒരു മനോഹരമായ ഒരു വീട്, അതേപോലെ മനോഹരമായി സംസാരിക്കുന്ന ആളുകൾ, സൗമ്യമായ പെരുമാറ്റം, നല്ല സംസാരം, ആളുകളെ കണ്ടാ ഒന്ന് പേടിപ്പിക്കുക. സലാം പറയുമ്പോ അസ്സലാമു അലൈക്കും അങ്ങനെ പറയുന്ന ആളല്ലേ, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, ഒരു സൗമ്യമായി പെരുമാറുക. പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ സംസാരങ്ങൾ, ചില സംസാരങ്ങളൊക്കെ കാണുമ്പോ നമ്മൾക്ക് തോന്നാണ് ഇല്ലാത്ത ശബ്ദം ഓവർ ആക്ടിങ് ആക്കിയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഭയങ്കര മസിൽ പിടിച്ച് സംസാരിക്കുന്ന ആളുകളൊക്കെ ഇല്ലേ. അലാനൽ കലാം, ഇല്ലാത്ത ശബ്ദം ഒന്ന് ഗൗരവത്തോടെ സംസാരിക്കുക, അതൊന്നും പാടില്ല. അലാനൽ കലാം, മൃദുവായിട്ടുള്ള സംസാരം, സൗമ്യമായിട്ടുള്ള പെരുമാറ്റം, സൗമ്യമായിട്ടുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള സംഭാഷണങ്ങൾ. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? അവർക്കും മനോഹരമായ ഒരു വീട് ഞാൻ കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് തുടർച്ചയായി നോക്കുന്ന ആളുകൾ, റമളാനിലല്ല, റമളാനിലേതായാലും തുടർച്ചയായി നോക്കണ്ടേ, റമളാനിലല്ല, റമളാനല്ലാത്ത മാസങ്ങളിൽ വ്യാഴം ഹബീബ് സുന്നത്താണെന്ന് പറഞ്ഞ ദിവസങ്ങളിലൊക്കെ നോമ്പ് പിടിക്കുന്ന ആളുകൾ, തുടർച്ചയായി നോമ്പ് പിടിക്കുന്ന ആളുകൾ, ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ ആരാണ് സുന്നത്ത് നിസ്കരിക്കുന്നത്? കുറെ ഒന്നും വേണ്ട, എല്ലാരും ഉറങ്ങുമ്പോ മഗ്‌രിബ് മുതൽ സുബഹി വരെ ഒന്നും നിസ്കരിക്കേണ്ട, ഒന്നൊരു അരമണിക്കൂറും എണീറ്റ് നിസ്കരിക്കുക. നിന്റെ ഭാര്യയും നിന്റെ ഉമ്മയും നിന്റെ ഉപ്പയും നിന്റെ മക്കളും ഒക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റുകൊണ്ട് വുളൂഅെടുത്ത് പടച്ച റബ്ബിന് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. യാ അല്ലാഹ്, എന്റെ ോട് മാത്രമേ പരസ്യമാക്കാൻ പാടുള്ളൂ.
സ്വന്തം ഭാര്യയോട് പോലും തെറ്റ് പറയാൻ പാടില്ല. നമ്മൾക്ക് ചില രഹസ്യങ്ങൾ ഉണ്ടാകും, നമ്മൾ അറിയാതെ ചെയ്ത ജീവിതത്തിന്റെ ആളുകൾ കണ്ടാൽ നമ്മൾക്ക് മോശമാകുന്ന വഷളാകുന്ന ചില തെറ്റുകൾ, അത് ഭാര്യയോട് പോലും പറയാൻ പാടില്ല. എന്തേ? ഭാര്യ എപ്പോഴെങ്കിലും ഒന്ന് പിണങ്ങി അത് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കും. അതങ്ങനെയാണ്. ഒന്ന് പിണങ്ങുമ്പോ നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും കാര്യത്തിൽ ഡിവൈസായി പോയി എങ്കിൽ അങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? നിങ്ങളുടെ രഹസ്യങ്ങൾ ഭാര്യയോട് പോലും പറയരുത്. സ്വന്തം ചങ്ങാതിമാർ ത്തിന്റെ സകലമായ രഹസ്യങ്ങളും പറയാൻ പാടില്ല. ഒരുപക്ഷെ 2-3 വർഷം കഴിയുമ്പോൾ നിന്റെ ശത്രുവായി മാറും. നിന്റെ രഹസ്യങ്ങൾ അവൻ നാട്ടിൽ പറഞ്ഞു നടക്കും. ആ റബ്ബിനോട് പറയേണ്ട സമയം ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ പടച്ച റബ്ബിനോടൊന്ന് പറയണേ നമ്മുടെ വിഷമങ്ങൾ, പടച്ച റബ്ബിനോട് പറയണേ ഞങ്ങളുടെ തെറ്റുകൾ, ഞങ്ങളുടെ അപരാധങ്ങൾ. എന്നിട്ടൊന്ന് കണ്ണുനീര് വരണം. പ്രേമവും പ്രണയങ്ങളും സ്നേഹങ്ങളും തകർന്നു പോയതിന്റെ പേരിൽ, ബിസിനസ്സുകൾ തകർന്നു പോയതിന്റെ പേരിൽ, ഇതിലൊക്കെയാണല്ലോ നമ്മൾ ഇന്ന് കരയാറ്. സീരിയൽ കണ്ടിട്ടാണ് ഉമ്മമാര് കരയാറുള്ളത്. എന്നാൽ പടച്ച റബ്ബിന് വേണ്ടി ഒന്ന് കരയാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു നമ്മൾക്ക് നാളെ നരകം ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യൻസിലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു ഒന്നാം ആകാശത്തിൽ നിന്ന്, ഏഴാം ആകാശത്തിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരികയാണ്. യൻസിലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമ്മളോട് എല്ലാ രാത്രിയിലും പറയുന്നുണ്ട്, ഹീന യബ്ഖാ സുലുസുൽ ലൈൽ, നമ്മുടെ അത്താഴ സമയത്താണ് ഇറങ്ങി വരുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, മയ്യദഊനി ഫഅസ്തജീബു ലഹു, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാനാണ്. ഏതുവരെ? നമ്മുടെ ഷൂവിന്റെ വള്ളി, ഷൂ ഉപയോഗിക്കുന്ന ആളുകൾ ചോദിക്കണമെന്ന്, റബ്ബിനോട് ചോദിക്കണമെന്ന്. ചെരുപ്പിന്റെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. എന്ത് കേൾക്കാനില്ലല്ലോ? അള്ളാഹുവിന്റെ റബ്ബിനോട് രാത്രിയിൽ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യണം. എന്റെ ആ സമയത്താണ് ആകാശലോകങ്ങളിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പടച്ച റബ്ബ് പറയുന്നത്, ആർക്കെങ്കിലും വല്ലതും വേണോ, ഞാൻ തരാൻ തയ്യാറാണ്. ആ സമയത്ത് എണീറ്റുകൊണ്ട് പറ, റബ്ബേ ചോദിക്കും. സഹോദരങ്ങളെ, മാപ്പ് നൽകാൻ നമ്മൾ കിട്ടാത്തതും. പിന്നൊരു പ്രശ്നമുണ്ട്, കുടുംബബന്ധം മുറിച്ച ആളുകൾ. എത്ര ദുആ ചെയ്താലും അയൽവാസിയോട് പിണക്കമാണ്, ചങ്ങാതിയോട് പിണക്കമാണ്, ജ്യേഷ്ഠനും മനുഷ്യനും തെറ്റി നിൽക്കുകയാണ്, പെങ്ങളും മങ്ങളെയും തെറ്റി നിൽക്കുകയാണ്. അല്ലാഹു പുറത്തു തരൂല. അല്ലാഹു അവന്റെ ഒരു നന്മയും സ്വീകരിക്കില്ല. അവന്റെ നോമ്പ് അല്ലാഹുവിന് വേണ്ട. അവന്റെ ചെയ്യേണ്ടത് ആ തെറ്റി നിൽക്കുന്ന ആളുകളോട് സലാം മാറ്റിവെക്ക്, കിബറുകളൊക്കെ ഒന്ന് മാറ്റിവെക്ക്. ആരുടെയെങ്കിലും മുമ്പിൽ ഒന്ന് താണു കൊടുക്കുന്നത് കൊണ്ട് നമ്മൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അല്ലാഹു താണു കൊടുക്കുന്ന ആളുകൾക്ക് പ്രതാപമല്ലാതെ, സ്ഥാനമല്ലാതെ ഇതുവരെ നൽകിയിട്ടില്ല. അല്ലാഹു നമ്മൾക്കൊക്കെ ഉന്നതമായ സ്ഥാനം നൽകുമാറാം. എന്ന്
എന്ന് പറഞ്ഞാൽ അൽഫാഉൽ തഅഖീബ് കിക്കിലി എന്നർത്ഥമാണ്. വളരെ